അങ്ങനെ ഉടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ഉടുക്കാലോ അല്ലേ? ഈ കോമ്പിനേഷൻ എവിടെ കണ്ടാലും നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരു ഹാരം തന്നെയാണ്. വലിയ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് എന്തോ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പ്രിന്റ് കാണാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച പോലെ ഒരു ഫീലിംഗ്. കോട്ടൺ സാരിയില്ലേ, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഈ പട്ട് സാരി കാണുമ്പോ ഒരു വീക്ക്നെസ് ആണ്. എന്താ രസം കാണാനായിട്ട്. കണ്ടാ ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാണിച്ചു തന്നു. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് സിൽക്ക് അല്ലേ? അതുകൊണ്ടല്ലേ സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. യൂണിഫോം സെക്ഷൻ ധാവണിയിൽ ഇങ്ങനെ ഒരു സെറ്റ് വരുന്നത്. മാതിരി മൊത്തം സാരി കൊണ്ട് നിറച്ചു. ഈ ഒരു ലെവല് വേറെ ലെവലാ. കണ്ടോ ഈ ഒരു ഏരിയ ഫുൾ വരുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്ക. ആവശ്യമുള്ള പ്രിന്റുകൾ എടുത്തോ. കോട്ടണിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? എന്റെ 4 ഷെയ്ഡ് സെമി ടെസ്റ്ററിൽ കേട്ടോ. ബ്രാസോ ഒരു ഫീലിംഗ് ഇല്ലേ ഇതിന്? കൊറേ പ്രിന്റ് അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു പൂക്കളം തീർത്ത പോലെയുള്ള. അതെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്, ഹോൾസെയിൽ മാർക്കറ്റില്. തുണിയുടെ ഒരു ഹബ്ബ്. ഈ ഒരു മാർക്കറ്റിൽ ഒരു പുതിയ കട വന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം? അറിയില്ലല്ലോ. ഇപ്പൊ പുതിയത് വന്നതാ. പക്ഷെ ഇവര് പുതിയത് ഈ ഒരു ഫീൽഡിലല്ല. ഇവര് ഓൾറെഡി ഒരു 30-35 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട് ഈ ഒരു ഫീൽഡ്. ഏത് ഫീൽഡ്? തുണിയുടെ ഒരു ഫീൽഡില്. കോഴിക്കോടിലാണ്. കോഴിക്കോട് മാർക്കറ്റിൽ സെഞ്ചുറി കോംപ്ലക്സ് മാർക്കറ്റിലാണ്, ഇവരുടെ ബിൽഡിങ്ങിലാണ് ഇവര് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ എറണാകുളത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് 3 floor ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് SV ഗ്രൂപ്പ്സ്. യെസ്, SV ഹോൾസെയിൽ ഡീലേഴ്സ് ഇൻ സാരീസ്, റെഡിമെയ്ഡ് ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ്. മൊത്തം 4 ഫ്ലോറാ. ഗ്രൗണ്ട് ഫ്ലോർ എടുക്കട്ടോ. അപ്പൊ കോഴിക്കോടുള്ള സെയിം ഐറ്റം സെയിം ഇത് എന്നൊക്കെ പറയാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എറണാകുളത്ത് കൂടി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കിയാലോ എന്തൊക്കെ വെറൈറ്റീസ്. നല്ല തിരക്കുള്ള റോഡാണ്. ആ ലൊക്കേഷൻ അറിയണ്ടേ? നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്ത്. ഇപ്പൊ കട ഇങ്ങനെയാണെങ്കിൽ ആ സൈഡിലാണ് കോൺവെന്റ് ജംഗ്ഷൻ. ഈ കാണുന്ന റോഡ് എന്ന് പറയുമ്പോൾ കോൺവെന്റ് റോഡ്. അവിടെ ഷൈനൈസ് തിയേറ്റർ, അതിന്റെ അവിടുന്ന് ജസ്റ്റ് വരാണെങ്കിൽ കോൺവെന്റ് റോഡിലേക്ക് കയറിയാൽ മതി കേട്ടോ. അപ്പൊ കോൺവെന്റ് റോഡാണ് ഇതിന് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മള് കയറി നോക്കിയാൽ എന്തൊക്കെയാ വെറൈറ്റീസ് ഇതിന്റെ ഉള്ളിലുള്ളത്. മൊത്തം 4 ഫ്ലോർ ആണ് കേട്ടോ. വരും കേറാം. നമുക്ക് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു SV ഗ്രൂപ്പ് നമുക്ക് പുതുമയൊന്നല്ല, എന്നാലും നമുക്ക് എറണാകുളത്ത് പുതിയതാണ്. പക്ഷെ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവര് പേര് കേട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായ. ഇതെന്താ നടക്കണേ? ഇതൊക്കെ നിങ്ങള് ഡിസ്പാച്ച് പോവാളതാണോ? ഓണം കച്ചവടം തുടങ്ങിട്ട് അതെ ഇവിടെ ഡിസ്പാച്ച്. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. ഇതൊക്കെ പോവാളതാണ്, ഓരോരോ സ്ഥലത്തേക്ക് പോവാനുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ ഇനി ഇത് ഒരു 3 ഫ്ലോർ ആണ്. ഈ ഓരോരോ ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് ഇരിക്കണത്? ഇവിടെ ചോദിച്ചു നോക്കാം. ഇത് ബില്ലിംഗ് സെക്ഷൻ ആണോ? ബില്ലിംഗ് സെക്ഷൻ ആണ്. നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് കാണണം. അതിനെന്താ ചെയ്യണ്ട? ആരെങ്കിലും കിട്ടോ? ആരെങ്കിലും ഒന്നും വേണം. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ക്യാമറയിൽ നോക്കി ഒന്ന് ഹായ് പറഞ്ഞ. ഇതൊക്കെ നമ്മുടെ ബില്ലിംഗ് ടീമാണോ? ഒരാൾ മാത്രം ഇവിടെ ഒരു ഹായ്. ഓക്കെ. ആരാ? ബിൻസി എന്ന് പറയാം. ബിൻസി ഇതിലാരാ? ഹലോ, ബിൻസി ആണോ? ആരാ ബിൻസി? സമീര. ഇങ്ങോട്ട് പിടിച്ചോട്ടെ. ഓക്കെ, ഡൺ. ഇന്ന് നല്ല പൊഞ്ചത്തി ആയിട്ടല്ലോ. അല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ട് തന്നെ കാണുന്നതും അത് വേറെ വിഷയം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫുൾ ഫ്ലോർ ആക്ച്വലി SV ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം എന്താ? നമുക്ക് കോഴിക്കോട് ഉണ്ടെന്ന് തോന്നുന്നു. കോഴിക്കോട് ഉണ്ട് ഒരു ബ്രാഞ്ച്. അവിടുത്തെ ഇവിടെ എറണാകുളത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു മാസം ആയി. ഒരു മാസത്തോളമായി. നമുക്ക് കോഴിക്കോട് വരെ പോണ്ട. ഇനി എറണാകുളംകാർക്ക് ഒന്നുകൂടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എറണാകുളത്ത് തന്നെ എല്ലാ ഐറ്റംസ് കിട്ടും. ഇനി ഇവിടെ കിട്ടുന്ന ഐറ്റം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ എന്താ? ഈ ഒരു ഫ്ലോറിൽ വന്നത് കോട്ടന്റെ 2 പീസ് 3 പീസ് കോട്ട് സെറ്റ്. ഓക്കെ, എന്നുവെച്ചാൽ ലേഡീസ് ഐറ്റം. പിന്നെ മെറ്റീരിയൽസ് ഫാൻസി ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല. നമുക്ക് കളക്ഷൻസ് കാണാൻ ഇത് അടിപൊളി കോട്ട് സെറ്റ് ആണല്ലോ ഈ കുട്ടി പിടിച്ച് നിൽക്കുന്നത്. ഇതിപ്പോഴത്തെ അത് വേറെ ഇത് വേറെ. ഇതാ കോട്ട് സെറ്റ് ആണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. എല്ലാവർക്കും ട്രെൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് വേണ്ടത്. ഇത് ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇത് തന്നെ പിടിച്ചിരിക്കുന്നത്. സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ്. അതെടുത്തു. ഞാൻ ഇട്ടിരിക്കണത് അല്ലേ? അടുക്ക്. അത് വേണം. ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം പീസ്. അതിന്റെ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. മീഡിയം, ലാർജ്, XL, XXL. അതിലത്തെ ലാർജ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഈ മെറ്റീരിയൽ ആണെങ്കിൽ ഇതിന്റെ വെറൈറ്റി പ്രിന്റ് വന്നതുണ്ട്. കളർ ചാർട്ടും ഉണ്ട്. നല്ല വെറൈറ്റി കളർ ചാർട്ട്സും അവൈലബിൾ ആണ്. ഈ ചേട്ടൻ കസ്റ്റമർ ആണോ? കസ്റ്റമർ ആണ്. ഞാൻ വീഡിയോയിൽ എടുത്തോട്ടെ? ഒരു മിനിറ്റ്. അമ്മയ്ക്ക് ഒരാളെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല. ചേട്ടാ എവിടുന്നാ?
കുറെ നാളായി ഇവിടെ എന്നുവെച്ചാ ഇവരെ കോഴിക്കോട് ഉണ്ടല്ലോ അവിടുന്ന് എടുക്കാറുണ്ടാ? ആദ്യമായിട്ട് എറണാകുളത്ത് ആദ്യമായിട്ട് വരുന്നത്? ആ ഇവരുടെ കടയിൽ ആദ്യമായിട്ട് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ കളക്ഷൻ നോക്കി? കളക്ഷൻ റേറ്റ് നോക്കിയാ? നല്ല രസമുണ്ടെന്ന് നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള കളക്ഷൻ ആണല്ലേ. ഇപ്പൊ എന്താ നോക്കണേ? ഇപ്പൊ ഞാൻ സാരി എടുത്തു, പിന്നെ സെറ്റ് സാരി എടുത്തു, റെഡിമെയ്ഡ് ഐറ്റംസ് കവർ ചെയ്യണേ. അങ്ങനെ നോക്കുമ്പോ ഇത് മൊത്തം മൂന്നല്ല, ആക്ച്വലി 4 ഫ്ലോർ, ഗ്രൗണ്ട് അടക്കം 4 ഫ്ലോറാണ് വരുന്നത്. അതില് ബാക്കി 3 ഫ്ലോർ എന്ന് പറയുമ്പോൾ അതിൽ 2 ഫ്ലോറിൽ മൊത്തം സാരീസ്, ഒരു ഫ്ലോർ ആണെങ്കിൽ ഓണത്തിന്റെ കളക്ഷൻസ് ഒരുക്കിയ. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഒരു സൂപ്പർ പറഞ്ഞേ. കിടക്കട്ടെ. ആ ഇത് നമ്മുടെ സമീര. സമീര, ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കാം. ഇത് പാർട്ടി വെയറിൽ വന്ന മെറ്റീരിയൽസ്. ഓക്കെ, പാർട്ടി വെയറിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ കണ്ടത്. കുറച്ച് ഓപ്പൺ ചെയ്താലാണ് എക്സാക്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ പാർട്ടി വെയറിൽ എടുക്കുമ്പോ ഇത് നമുക്ക് 4 ഷെയ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ ഇതൊരു ഷെയ്ഡ്, ഇതിൽ തന്നെ ദുപ്പട്ട, അതില് ഫെന്റി ടച്ച്, ക്രഞ്ചി, വിചിത്ര, ഓർഗൻസ്, അങ്ങനെ എല്ലാം തരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എന്തൊക്കെയുണ്ടെന്നോ വന്ന് നോക്കൂ നേരിട്ടിട്ട്. അപ്പൊ എറണാകുളത്ത് തന്നെ വന്നാൽ മതി. എറണാകുളത്ത് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കോൺവെന്റ് ജംഗ്ഷൻ റോഡ്, കോൺവെന്റ് റോഡാണ്. കോൺവെന്റ് ജംഗ്ഷൻ കാണുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അവിടുന്ന് ഇത് പോണ റൂട്ടിന് എന്താ പറയാ, MG റോഡിലേക്ക് പോണ റൂട്ടാണ്. MG റോഡ്, ഷെനൈസ് റോഡ്. ഷെനൈസ് റോഡ്. തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിന്റെ അവിടേക്ക് പോണ വഴിയാണ് കേട്ടോ. അതിന്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ നിൽക്കണം. അതിന്റെ കളേഴ്സ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ പീകോക്ക് ഗ്രീൻ. യെസ്, ഈ 4 ചാട്ടാ വന്നത്. 4 ചാട്ട്. ഈ 4 ചാട്ട് എടുക്കണം നിർബന്ധമാണ്. കാരണം ഹോൾസെയിലാണ്, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫുൾ അടിപൊളി ഒരു ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വരുന്നത്. ഇതും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിലത്തെ ഷെയ്ഡ് വരുന്നത് നമുക്ക് 4 ഷെയ്ഡ്. ഓണിയൻ പിങ്ക്, ഗ്രീൻ, ഈ 4 ഷെയ്ഡ് വരുന്നത്. ഈ 4 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഫുൾ കളക്ഷൻസ് വരുന്നത്. ഇതൊരു ഷിമ്മറില്, ഇത് ഫുൾ പാച്ച്. യോക്കിൽ ഈ ഫുൾ ഇങ്ങനെ വർക്ക് വരും കേട്ടോ. ഇത് കണ്ടത് നിങ്ങളുടെ കോഡല്ലേ? കോഡാണ്. റേറ്റ് അല്ല കേട്ടോ, കോഡാണ്. ഇത് കണ്ടിട്ട് ഞെട്ടണ്ട. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ വരുന്നത്. അടുത്ത പാർട്ടി വെയർ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ട്. ഇതിലും ഫുൾ വർക്ക് വരുന്നുണ്ടല്ലോ. ഇതിലത്തെ യോക്ക് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഫുൾ ഓവറോൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ദാമന്റെ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ട വരുന്നുണ്ട് ഇതിന്റെ കൂടെ. കളർ വൈസ് നോക്കാണ്ട് എല്ലാതും നല്ല അടിപൊളി കളർ ചാട്ടാ വരുന്നത് കേട്ടോ. ഇപ്പൊ ഇതിലത്തെ കളർ നോക്കുകയാണെങ്കിൽ ഇതിലൊരു നല്ലൊരു ലെവൻഡർ യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കളർ ചാർട്ട് വൈസ് അല്ല, ഇനി ഞാൻ കളക്ഷൻ വൈസ് നോക്കാം. ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇഷ്ടയാ? പിന്നെ ഒരെണ്ണായിട്ട് കിട്ടില്ല അല്ലേ? ഒരെണ്ണായിട്ട് കിട്ടില്ല. ഇതൊരു 4 സെറ്റ് ആയിട്ടാണ്. ഒരെണ്ണായിട്ട് കിട്ടില്ല. കിട്ടുമ്പോ നമുക്ക് മൊത്തം 4 വെറൈറ്റി കളേഴ്സ് ആണ്. അതും തന്നെ എത്ര പീസ് എടുക്കണം, എങ്ങനെയാണ്, എത്ര എമൗണ്ടിന് എടുക്കണം ഒക്കെ നേരിട്ട് വിളിച്ച് ചോദിച്ചോ. SC ഗ്രൂപ്പ്. കോട്ടൺ സ്റ്റഫിൽ വരുന്ന കുറച്ച് പ്രീമിയം റേഞ്ച്. അത് ഈ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇതിന്റെ കളർ ചാർട്ട് നോക്കാം നമുക്ക്. കളേഴ്സും അടിപൊളിയാണ്. ദുപ്പട്ടയിലും കുറച്ച് ഷിഫോൺ ആണ്. അതും പക്ക പ്യുവർലി വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. അടിപൊളി. എന്താ രസം. കളർ ചാർട്ട് അതാണ് വേണ്ടത് നമുക്ക്. അടിപൊളി കളേഴ്സ് കണ്ടോ. അതിന്റെ വർക്കാണ് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു പേളിന്റെ വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടി ആയിട്ട് വരുന്നത്. ഈ ഇട്ടേക്കണ ഡ്രസ്സും എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഈ ദുപ്പട്ട വിട്ട് എനിക്ക് ഈ ആ ഒരു ഫ്ലീറ്റ് വന്നപ്പോഴല്ലേ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. ഇതുപോലത്തെ റെഡിമെയ്ഡ് ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ വെറൈറ്റി ഉണ്ട്. ഉണ്ട്, ഇല്ല എന്നുള്ള ചോദ്യമില്ല. ഇനി ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെ, ഇത് ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ തന്നെ. വെറൈറ്റീസ്. ഇതും ആ ഒരു കോട്ടണിൽ തന്നെ ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ്. ദാമന്റെ പോർഷൻ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഞാൻ ഇട്ടുതരാം. എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ വെക്ക് എന്താ രസം. ഇങ്ങനെ അടിപൊളി. ഇതില് ഡസ്റ്റി ഫീലിംഗ് ചാർട്ടാണ് വരുന്നത്. ഡസ്റ്റി ഫീലിംഗ് ആണ് മൊത്തം. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്. പേസ്റ്റലും പറയാൻ പറ്റില്ല, പേസ്റ്റലും ഡാർക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് അടിപൊളി. എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഷെയ്ഡ്. ആ ഒരു ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ. ഫുള്ള് വരുന്നത്. ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തോരം എടുത്ത് കാണിക്കും എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. കോട്ട് സെറ്റ് ഉണ്ട്, പിന്നെ സ്ലീവ്ലെസ് ഉണ്ട്. വെസ്റ്റേൺ ഉണ്ടോ? പിന്നെ ഞാൻ വിചാരിച്ചു വെസ്റ്റേൺ ഇല്ല എന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ നല്ല വെറൈറ്റി വെസ്റ്റേൺ അല്ലേ? പിന്നെ പറയാണ്ട. അപ്പൊ വെസ്റ്റേൺ വെയറും ഉണ്ട്. ഇതിലൊക്കെ സൈസ് എങ്ങനെയാ വരുന്നത്? ഫ്രീ സൈസ് ആണോ? XXL. ഇതും വെസ്റ്റേൺ വെയറിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ
കൊറിയൻ ടോപ്സ്, നോർമൽ ടോപ്സ്, ഇതൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ? ഇത് നല്ല സോഫ്റ്റ് ഡെനിമിന്റെ ഐറ്റം. ഈ ഫാബ്രിക് പ്ലീസ് ഒന്ന് അടുത്ത് വന്ന് കണ്ടാലാണ് ആ ഒരു ഫാബ്രിക്കിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഡെനിം ഫിനിഷ്ഡ് ഒരു ക്രഞ്ചി ഡെനിം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലില് വെസ്റ്റേൺ വെയറിൽ വരുന്നത്. ഇതും 4 പീസിന്റെ ഒരു സെറ്റ് തന്നെയാണ്, അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമാണ്. ഇത് ഈ ആ ഒരു വെസ്റ്റേൺ വെയറിന്റെ ഒരു കളക്ഷൻ ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ടോപ്സും അവൈലബിൾ ആണ്. പിന്നെ റേറ്റ് ഒന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല, കാരണം ഇത് ഹോൾസെയിൽ ആണ്, മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് ഡയറക്റ്റ് വരിക, ഡയറക്റ്റ് കണ്ട് ആസ്വദിക്കുക, പർച്ചേസ് ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക. അത് കൂടാണ്ട് നമുക്ക് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് എന്താ ഓപ്ഷൻ? വീഡിയോ കോൾ ചെയ്ത് കൊടുക്കാം. ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാം. കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത്. 2 പീസിന്റെ ഒരു കളക്ഷൻ കോഡ് സെറ്റ്. കോഡ് സെറ്റിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കോഡ് സെറ്റ് പിന്നെ ഇപ്പൊ ട്രെൻഡിലും കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ്. വലിയ പ്രിന്റ് ആണ് ഇപ്പൊ കൂടുതലും ഈ വലിയ പ്രിന്റ് അല്ലേ? വലിയ പ്രിന്റ്, അതും കോഡ് സെറ്റില്. ഇത് ഈ നെക്കും ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു നെക്കാണ് കേട്ടോ. എത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പീസാണ് ഇത്. വി നെക്കിൽ വരുന്നത്. കോഡ് സെറ്റിൽ ലെങ്ത് കൂടിയതും കുറഞ്ഞതും ഉണ്ട്. അതിൽ ഇത് ഷോർട്ട് ആയിട്ട് വരുന്നത്, മറ്റേത് ലോങ് ആയിട്ട് വരുന്നത്. അപ്പൊ 2 രീതിയിൽ വരുന്നുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. റയോണില് സിംഗിൾ അല്ല 2 പീസിന്റെ ഒരു ടോപ്പാണ് വരുന്നത്. അപ്പൊ റയോണ കണ്ടു, കോട്ടൺ കണ്ടു, വാട്ടിക്കനിലുണ്ട്. പിന്നെ ഇതൊരു ഖാദി ടച്ച് വേണ്ടത്. ഖാദി ടച്ച് ഇതൊന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും അല്ലേ? കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഏത് വേണമെന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന്. ഇനി വന്നാ മതി. ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 8:30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 8:30 വരെ. 8:30 to 8:30. പക്ഷെ കട പൂട്ടുന്ന സമയം നമുക്ക് ഇപ്പൊ സീസൺ സമയം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കാണാൻ പോണത് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ്. കസ്റ്റമർ അവരെടുത്ത് വെച്ചിട്ട് കസ്റ്റമറുടെ ഐറ്റം ആണ്. അപ്പൊ കസ്റ്റമർ എടുത്തതായാലും അവരുടെ സെലക്ഷൻ ഒന്നും നമുക്ക് നോക്കാലോ. അത് നോക്കണോണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് തരാം, വിഷമിക്കണ്ട. ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ ഒരു കസ്റ്റമർ എടുത്തു വെച്ചത്. ഇനി ഈ പ്രിന്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ M2XXL സൈസ് ഈ പ്രിന്റ് അല്ല, ഇതിനേക്കാളും വേറെ പ്രിന്റ് നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും. അതെ, ഇതും 3 പീസിന്റെ പറയൂ. 3 പീസിന്റെ ഒരു കളക്ഷൻ. അതില് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് 3 പീസിന്റെ ഒരു സെറ്റാ വരുന്നത് വിത്ത് ദുപ്പട്ട. ഷമീര, സംസാരം മാത്രല്ല, ഭംഗിയിൽ നിന്ന പോരാ, കാര്യം നടക്കട്ടെ. ചടപറാതെ ഇങ്ങനെ പറയണം. അതെ, പറയൂ. ഇത് 3 പീസിൽ വന്നതാണ്. ഇതിന്റെ ഷോള്, പാന്റ്. കണ്ട അവിടെ കൊടുക്കട്ടെ. ഞാൻ 2 മിനിറ്റ് ഉണ്ട്. ഇതൊന്ന് ഇതിൽ വെക്കട്ടെ. പറയ്. ഇത് നമുക്ക് സ്കാലപ്പ് ബോർഡർ ഷോള് വരും, കോപ്പർ ഡിസൈനില്. ചെസ്റ്റ് വർക്കും ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി മൊത്തം നമുക്ക് താഴെ വരെ ഡോട്ട് ആയിട്ട് ബുട്ടാസ് ആണ് വരുന്നത്. ഫുൾ ഇങ്ങനെ ഡോട്ട് ആയിട്ട്. അതിനും കളർ ചാർട്ട് വരുന്നുണ്ട്. കളർ ചാർട്ട് നമുക്ക് നോക്കാം. എല്ലാം ഡാർക്ക് ഫീലിംഗ് ഉണ്ട്, ഡസ്റ്റി ഫീലിംഗ് ഉണ്ട്, എല്ലാ മോഡലും ഉണ്ട് നമുക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇത് വേണ്ട, നമുക്ക് ഈ ഒരു ടെസ്റ്റർ വേണ്ട, നമുക്ക് കോട്ടണിൽ തന്നെ വേണം. അതെ, കോട്ടണിന് ഇപ്പൊ വലിയ പ്രിന്റ് എന്ന് പറയുമ്പോ കോട്ട് സെറ്റ് തന്നെയല്ല, കുർത്തീസിലായാലും 2 പീസിലായാലും 3 പീസിലായാലും ഇപ്പൊ ട്രെൻഡ് ആണ് അല്ലെ? അത് ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് M2XXL ഒറ്റ സൈസിൽ വരും. ഓക്കെ ഓക്കെ. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് മാഡം. ഇതൊക്കെ അതിന്റെ പാറ്റേൺ വരുന്നത്. അതെ, ഇതിന്റെ ഡിഫറെന്റ് ഇപ്പം കളേഴ്സ് ആണ് വരുന്നത്. ഈ പ്രിന്റില് സെയിം പ്രിന്റില് തന്നെ കേട്ടോ. അപ്പൊ എടുക്കുമ്പോ ഈ ഫുൾ ചാർട്ട് ഇങ്ങനെ ഈ ഒരു ഫുൾ സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. കുറെ ഉണ്ട് അല്ലേ? പിന്നെ ഇതൊക്കെ വാരി വലിച്ചിരിക്കണം നോക്കണ്ട. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ പോയി കഴിഞ്ഞാൽ അലമ്പോലാണ് ഈ കാണുന്നത്. പക്ഷെ അതൊരു രസല്ലേ, നമുക്കല്ലാതെ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോ ഒരു രസമല്ലേ. അത് നോട്ടാ തുറന്ന്. ഇത് നമ്മുടെ 3 പീസിൽ തന്നെ വരുന്ന ഒരു മോഡൽ. ഇത് കുറച്ച് പാർട്ടി വെയർ അല്ലേ? കുറച്ച് കൂടുതൽ പാർട്ടി വെയർ. നല്ല ഒരു എന്താ പറയാ, സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റും. പക്ഷെ ഇത് ഇടുമ്പോഴും അതിന്റേതായിട്ടുള്ള ഒരു ഭംഗി. ഇതൊരു സിൽക്കി ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്. അതുപോലെ ദുപ്പട്ടയില് ബോർഡറിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. സീക്വൻസ് വർക്കും ഉണ്ട്. അതുപോലെ ഈ ഒരു ബോർഡർ കണ്ടു ഫുൾ. ഇത് ഈ മെറ്റീരിയൽ ഒക്കെ ഭയങ്കര സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെറ്റീരിയൽ ഗംഭീരം. ബ്ലാക്കും ഓഫ് വൈറ്റും. അതുപോലെ തന്നെ ഇതില് മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. കസ്റ്റമർ സെലക്ട് ആയില്ലേ?
അത് കൊണ്ടുപോകണം. ആ നേരത്തെ വന്ന കസ്റ്റമർ ആണോ? അതെ അതെ ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ആള്. അതെ അതെ ബില്ലിങ്ങിന് വേണ്ടിട്ട് ആള് വെയിറ്റിംഗ് ആണ്. ആളുടെ എല്ലാം കഴിഞ്ഞു. കുറച്ചു നേരം മുന്നേ വന്ന് തുടങ്ങി. അതെ അതെ രാവിലെ വന്നിട്ടുണ്ടാവും. രാവിലെ ഓപ്പണിംഗ് ടൈമിന് കയറിയ ആളാണ്. ഉച്ചയാകുമ്പോഴേക്കും കഴിഞ്ഞു. നിങ്ങളെ കുറിച്ച് പറയാണ് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കൊണ്ടുപോയി. എന്നാലും ഞങ്ങൾ വിടൂലേ, ഞങ്ങളുടെ നല്ല കളക്ഷൻസ് കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇറക്കുകള് അതെ അതെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കൂടുതല്. ഓൺ പ്രോഡക്റ്റ് ഐറ്റം അതെ അത് പാച്ച് വർക്ക്, കോട്ടന്റെയില് പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതിൽ കളർ ചാർട്ട് ഉണ്ട്. ഇതിലിപ്പോ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് പ്രിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഒരു ഷെയ്ഡ് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അത് ഒരു 10-20 ഡിസൈൻ ഉണ്ട് ഇതിനകത്ത് വരുന്നത്. ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാ ഇതൊരു വേറെ വെറൈറ്റി ഫ്രോക്കിൽ വരുന്നത് അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു പാച്ച് വർക്കിൽ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കോട്ടൺ ഫീലിൽ തന്നെ നെക്കിലൊരു ചെറിയൊരു ഇതില് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സ്ലീവ്ലെസ് അല്ലാതും കാണുന്നത് സ്ലീവ്ലെസ് അല്ല. അതിൽ ഉള്ളിൽ സ്ലീവ് ഉണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ കളേഴ്സ് ഡിഫറെന്റ് പ്രിന്റ്സില് വരുന്നതാണ്. ഈ ഫുൾ 16ഓളം ഡിസൈൻ ഉണ്ട് ഇപ്പൊ. അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന മോഡൽ ഉണ്ട് നമ്മുടെ കയ്യില്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ, കോട്ടൺ ഫീൽ വരും. നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീൻസ് എക്കണോമിക് റേഞ്ചിൽ നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ റേറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളുടെ കടയുടെ പേര്, GST നമ്പർ ഇതൊക്കെ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ വീഡിയോ കോളില് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സിംഗിൾ പർച്ചേസിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം കട ഉണ്ടോന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതെ, ചിലര് വെറുതെ റേറ്റ് അറിയാൻ വേണ്ടി മാത്രം വിളിച്ചു ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പറ്റില്ല. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നേരത്തെ നമ്മൾ കണ്ടത് പാർട്ടി വെയർ കളക്ഷൻസ്. ഇതാണെങ്കിൽ നമുക്ക് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ്. പല പ്രിന്റ്സും അവൈലബിൾ ആണ്. ഇതൊരു സോഫ്റ്റ് കോട്ടൺ മോഡലാണ്. ഇത് സോഫ്റ്റ് കോട്ടണില് മൽമൽ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ, നോർമൽ കോട്ടൺ, കോട്ടൺ ഫ്ലെക്സ് കോട്ടൺ, അങ്ങനെ കുറെ തരം കോട്ടണില് കോട്ടൺ വരുന്നുണ്ട്. ഇത് പ്രിന്റുകൾ മാറ്റുണ്ട്. ദുപ്പട്ടാസ് ഈ ദുപ്പട്ട ശരിക്കും ലെങ്ത് ഉണ്ടോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഒന്ന് തുറന്ന് കാണിച്ചേ, എന്നാലാണല്ലോ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. കണ്ടോ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട, ഇതാണ് ടോപ്പ് ബോട്ടം. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇതിൽ തന്നെ ഡിഫറെന്റ് പാച്ച് വർക്കിൽ വരുന്നുണ്ട്. ഇത് വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ. ഇങ്ങനെ ഇനി തുറക്കണ്ട, ഒരെണ്ണം മതി നമുക്ക്. ഫുൾ തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതെ എല്ലാം കൂടിയിട്ട് നമ്മൾ കാരണം നമുക്ക് ഇനി 3 ഫ്ലോർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് മൊത്തം റെഡിമെയ്ഡ് കോട്ട് സെറ്റ്, ടോപ്സ്, 3 പീസ്, 2 പീസ് എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് അടുത്ത ഇത് ഇപ്പൊ ചേട്ടൻ എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കൈയോടെ കൊണ്ടുപോവോ? എന്താണ്? എല്ലാ കടയിലെയും വീഡിയോ കാണാറുണ്ടായിരുന്നു. ഈ കടയിലെ വീഡിയോ നല്ല രൂപത്തിലാണ്. പുതിയ കടയായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഈ കടയില്. സ്റ്റൈലാണ്, എല്ലാ രൂപത്തിലും നല്ല സ്റ്റൈൽ സാധനങ്ങളാണ്. ഇപ്പൊ ഇത് പോകുമ്പോ കൈയോടെ കൊണ്ടുപോകാ അല്ലെങ്കിൽ ഇല്ല, അത് വണ്ടി വന്ന് കൊണ്ടുപോകും. പാർസലായിരിക്കും. പാർസൽ. ഓക്കെ, കുറച്ചൊക്കെ പാർസൽ, കുറച്ചൊക്കെ കൈയോടെ കൊണ്ടുപോകും. അങ്ങനെയാണോ? ഇല്ല, മൊത്തം പാർസൽ. ഞാൻ എല്ലാ ഫ്ലോറിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ സാരി ഉണ്ട്, സെറ്റ് സാരി ഉണ്ട്, കോട്ടൺ സാരി ഉണ്ട്, ഷിഫോൺ സാരി, എല്ലാ സാരികളും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വണ്ടി വന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ എരമല്ലൂര്. എന്താണ് ഇനി ഇവിടെ മൊത്തം എന്താ ഫാൻസി ഐറ്റം മൊത്തം സാരീസിന്റെ ഫാൻസി ഐറ്റം മൊത്തം യൂണിഫോം കാണുന്നുണ്ട്, ജോർജറ്റ് കാണുന്നുണ്ട്, ലിനൻ ഐറ്റം കാണുന്നുണ്ട്, ഷിഫോൺ ഉണ്ട്, ഫാൻസി ഐറ്റംസും എല്ലാത്തതും എല്ലാതും ഉണ്ട്. സാരീസ് എന്ന് പറയുമ്പോ 2 ഫ്ലോർ അല്ലേ? 2 ഫ്ലോർ അല്ലേ സാരി? ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുള്ള. ഇനി ഇവിടുത്തെ കളക്ഷൻ ചാള പറയാൻ കാണിച്ചത് ബോക്സ് ഐറ്റം കാണാം. നമുക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഈ ബോക്സ് ഐറ്റം ഇതില് വർക്ക് വരുന്നത് ഫാൻസി ഐറ്റംസ്, നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് വരുന്നതുണ്ട്. ഇതൊന്നും നമുക്ക് നിവർത്തി കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഫുൾ പാക്കഡ് ആണ് കേട്ടോ. ഫംഗ്ഷൻ വെയർ ആണ് മാഡം. ഫംഗ്ഷൻ വെയർ ആണ്. ഫെൻഡിയില് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ കാണുന്നത് നോക്കിയേ, ഇതൊക്കെ ഫാൻസി ഐറ്റം. ഇത് കോൺട്രാസ്റ്റില് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ, വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. ഇതൊക്കെ ബോക്സ് പാക്കിംഗ് ആണല്ലേ? അപ്പൊ ഈ എടുക്കുമ്പോ എങ്ങനെ എടുക്കണം നമുക്ക്? ഈ ബോക്സ് അങ്ങോട്ട് പൊന്തിച്ചേ. അങ്ങനെ കണ്ട എടുക്കുമ്പോ ഇങ്ങനെ ബോക്സിൽ അതിന് ചിലപ്പോ 4 പീസ് ഉണ്ടാവും, ചിലപ്പോ 6 പീസ് ഉണ്ടാവും, 8 പീസ് ഉണ്ടാവും. അത് ഏതാ നമ്മൾ സെലക്ട് ചെയ്യുക അതിനനുസരിച്ചിട്ട്. അപ്പൊ ഈ ഏരിയ ഫുൾ കാണുന്നത് നമുക്ക് സാരീസിന്റെ ഒരു സെക്ഷൻ. കുറെ ഐറ്റംസ് ഉണ്ട് ബോക്സ് ആയിട്ട് തന്നെ. ഒരു 4-5 പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരു ബോക്സ് പാക്കിംഗ് ആണ് ഇപ്പൊ ഈ കണ്ടത്. അടുത്ത ഒരു ബോക്സ് ഓൾ ഓവർ പാറ്റേണിൽ വരുന്നുണ്ട്. കുറച്ചുകൂടി പ്രീമിയം ടൈപ്പ് ആയിട്ട് പ്രീമിയം റേഞ്ച് വരുന്നത്. ഇത് ഈ സാരിയൊക്കെ എന്താ ബോർഡർലെസ്സിലാണ് വരുന്നത് കേട്ടോ. ആക്ച്വലി കുറച്ചുകൂടി
ത്രെഡ് വർക്കില് അതും രണ്ട് ഷെയ്ഡ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ബോർഡർലെസ്സിൽ വരുന്നതാണ്. ഈ ഡസ്റ്റ് മാച്ചിങ് ഫീലിംഗിലാണ്. പിന്നെ ലൈറ്റ് കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 4-5 മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. നെറ്റ് കോട്ട് ഉണ്ട്, കോട്ടൺ ഉണ്ട്, മണിപ്പൂരി സിൽക്ക് വരുന്നുണ്ട്, ബാഗൽപൂരി. ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് കാണിക്കണം. ചന്തേരിലും മിറർ അതെ അതെ അതെ, ചന്തേരിലും മിറർ വർക്ക് വന്നത്, മിറർ വർക്ക് വരുന്നത്. ഇത് ബോക്സ് പാക്കിംഗ് 4 കളർ ഷെയ്ഡിൽ വരും മാഡം. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പാക്ക് വരുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സംഭവം ഈ ഒരു സാരിയാണ്. അപ്പൊ വന്ന് ചൂസ് ചെയ്യാം, നിങ്ങളുടെ രീതിയിലുള്ള നോക്കി എടുക്കാം. ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ടത് തന്നെയല്ലേ? സോഫ്റ്റ് കോട്ടൺ. ഇതും ബോക്സില്. ഇത് നല്ല ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്, നല്ല ടോൺ ടു ടോൺ. അതും ഫുൾ ഇതിൽ വീവിംഗ് ആയി കാണുന്നത് വരുന്നത് കേട്ടോ. ഫുൾ വീവിംഗിൽ വരുന്നത് ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫാൻസിയില് ത്രെഡ് വർക്ക് നിവർത്താല്ലേ കളേഴ്സ്. ഇത് ഇനി കുറച്ച് നിവർത്തി കാണിച്ചു തരാം, ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. 5 ഷെയ്ഡ് വന്നിട്ടുണ്ട്, പല പല ഡിസൈൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ. പല പല ഡിസൈൻസ്, 5 ഷെയ്ഡ്. അതിലത്തെ ഒരു ഷെയ്ഡ് നമ്മൾ കാണിച്ചു, ബാക്കി 4 ഷെയ്ഡ്. ഇതേ സാരി കൊണ്ട് സാരി, വെറൈറ്റി സാരീസ്. ഇതൊക്കെ നമുക്ക് ഏത് പ്രായക്കാർക്ക് കൊടുക്കാം, ടീച്ചേഴ്സുകാർക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഓണൊക്കെ ആണെങ്കിൽ നമുക്ക് കസവ് വേണ്ട, ഇങ്ങനത്തെ മതി എന്ന് വെച്ചാൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഫുൾ ത്രെഡ് വർക്കില്. ഇത് നെറ്റ് കോട്ടയിൽ വന്നായിട്ടാണ്. ആഹാ, എന്തോരം വെറൈറ്റി. അതും വൺ സൈഡ് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട്, വൺ സൈഡ് ബോർഡർ ഇല്ല, കുത്തണ വശം. ഇത് ഫുൾ വർക്ക് വരുന്നത്. കോട്ടയിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ആഹാ, ഞങ്ങൾ അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ഓടി ചാടി വരൂ. ഇത്രയും വെറൈറ്റീസ് കാണണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ അല്ലെ? ഇത് ഫുൾ ആ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ശരീരം. ഓക്കെ, ഇത് കണ്ടോ, ഇതും നെറ്റ് കോട്ടയല്ലേ? നെറ്റ് കോട്ടയല്ലേ ഇത്? നെറ്റ് കോട്ട. ഇതിൽ വർക്ക് വരുന്നതാണ്. അതുപോലെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഏത് കാണിക്കുന്ന പിടിച്ചോ, ഇന്നാ പിടിച്ചോ, ഫുൾ വെറൈറ്റീസ്. ഇതേ അതും പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ വരുന്ന കളക്ഷൻസ്. അതെ, ഏത് വേണമെങ്കിലും വരാ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേ ഒക്കെ സാരി ഇത്രയും നിറഞ്ഞിരിക്കും, ഒക്കെ വീണോണ്ടിരിക്കാണ് സാരി കൊണ്ട് സാരി. ഇതെന്താ? മൽമൽ കോട്ടൺ. മൽമൽ കോട്ടൺ ഒരു അവസരത്തിൽ ട്രെൻഡ് ആയിരുന്നു, എന്നാൽ ഇപ്പോഴും അതൊരു ട്രെൻഡാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലേറിയ പാറ്റേൺ അല്ലെങ്കിൽ ബാന്തിനി പ്രിന്റ്, സിഗ്സാക്ക് പ്രിന്റ്, ഇതൊക്കെ വരുന്നത്. ഓ, സൂപ്പർ കളേഴ്സ് കണ്ടാ. ഈ 4 എടുക്കണം കേട്ടോ, ഒരു എണ്ണം പോലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. നല്ല കളേഴ്സ്. ഇതും അതിൽ തന്നെയാ, ഡബിൾ ഷെയ്ഡിൽ മാഡം. പ്രിന്റ് വരുന്നു. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് പ്രിന്റ്സ് അല്ലേ ഈ കാണുന്നത് കേട്ടോ. ഡിഫറെന്റ് പ്രിന്റ്സ് അവൈലബിൾ ആണ് ഈ ഫുൾ കാണുന്നത്. അപ്പൊ മൽക്കോട്ടൺ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഫ്ലോർ മൊത്തം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റമാണ്. ഈ ഫ്ലോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചുകൂടി നമുക്ക് പ്രീമിയം രീതിയിലുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഇതാ ഇതൊരു കളക്ഷൻ. ടീച്ചർമാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സാരിയിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അതെ, നമുക്കൊരു 4-5 ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. സെമി ടെസർ, അതുപോലെ പ്യുവർ ടെസർ ആണെങ്കിൽ അത് മുകളിലുണ്ടാവില്ലേ? അതെ, മുകളിലുണ്ട്. അപ്പൊ ഇത് 4 ഷെയ്ഡ് സെമി ടെസറിൽ കേട്ടോ. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഒരു വെറൈറ്റി ഡിസൈൻ ഇപ്പോൾ വന്നത് ബോർഡറിൽ ഒരു പ്രിന്റിൽ ഫ്ലവർ വരുന്നുണ്ട്. അപ്പം ആ ഒരു പാറ്റേൺ നല്ല എൻക്വയറി ഉള്ള ഒരു പീസാണ്. ഈ പ്രിന്റ് ഒക്കെ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലാണ്. ഈ ഒരു ഫ്ലോറൽ പ്രിന്റ്, അത് ഏത് കസവലായാലും നോർമൽ സാരീസിലായാലും കുർത്തീസിലായാലും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആയാലും എല്ലാത്തിലും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇപ്പൊ ട്രെൻഡ് നടക്കുന്നത്. അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. കിട്ടാം അല്ലെ? ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ലേ? ഷെയ്ഡാണ്. വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാതും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ്, എല്ലാതും വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. ക്രീം ഷെയ്ഡില് പേര് ഞാൻ ചോദിച്ചില്ല, എന്താ പേര്? ആഷ്ലി. ഇത് ക്രീം ഷെയ്ഡിൽ വന്ന ഐറ്റമാണ്. ഇത് ഇത്തിരി പ്രായമുള്ളവർക്കും ഇത്തിരി ഏജ് കുറഞ്ഞ ടീച്ചേഴ്സിനൊക്കെ ആകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം. ഈ പ്രായമൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറയാം. നമ്മള് ചെറുപ്പം തൊട്ട് നമ്മളെ അമ്മമാര് സാരി ഉടുക്കണ കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പത്തിൽ ചെറുപ്പം തൊട്ട് നമുക്ക് സാരി ഉടുക്കാം. തീർച്ചയായും സാരീസിന്റെ ഒരു കളക്ഷൻസ്, അതിൽ എത്ര വെറൈറ്റീസ് ഉണ്ട്. ബാട്ടിക് ഡിസൈനിൽ വന്നിട്ടുണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്. ബാട്ടിക്ക് പ്രിന്റ് വേണോ, വർക്കിൽ വേണോ? ഇത് നല്ല അടിപൊളി പൊളിയായിട്ട്. ഡബിൾ ഷെയ്ഡ് ഇങ്ങനെ ഹാഫ് ആൻഡ്. ഇത് മുന്താണിയെന്ന് തോന്നുന്നുണ്ട്. ഇത് ബോഡി ഫുൾ ഈ ഒരു അല്ലേ? ഇത് കാണുമ്പോ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇത് ഉൾപോഷൻ. ഇത് ഉൾപോഷൻ. തിരിഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഇങ്ങനെ ഇത് മുന്താണി വരും. അടിപൊളി ഷെയ്ഡും സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ ഷെയ്ഡിന് ഒരു കുറവില്ല കേട്ടോ. ഈ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നല്ല ഷെയ്ഡ് കേട്ടോ. ഇതിൽ ഈ 2 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഗ്രീനില് ആഷ്, ഇങ്ങനെ യെല്ലോ നല്ല ഷെയ്ഡല്ല എല്ലാതും. എല്ലാം നമുക്കൊരു നല്ല അടിപൊളി ഷെയ്ഡാ വരുന്നത്. കളയാനുള്ള ഷെയ്ഡാ. അല്ല കളയാനായിട്ട് പോട്ടെ, അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. എന്തൊരു സംഭവം മേടിച്ചു എന്നുള്ളത്. അതും ബഡ്ജറ്റ്. ഇതൊരു ട്രഡീഷണൽ ലുക്ക് വരുന്ന മോഡൽ, ഒരു സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ. ഇത് ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണോ സിൽക്ക് ആണോ അല്ലേ, എന്തോ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കലയുള്ള ഒരു ചുങ്ങടി ഡിസൈനിൽ തന്നെ, പക്ഷെ അതിലൊരു ട്രഡീഷണൽ ആ ഒരു ബോർഡറിൽ ട്രെൻഡാണത് അല്ലേ. അതെ അതിന്റെ കളേഴ്സ് അടിപൊളി കളറുകള്. മറൂണില് ഗ്രീൻ, ഇതും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളർ. ഇതും ഈ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കളറാണ്. അത് ട്രെൻഡ് ഒരു കാലത്തും പോവില്ല, എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളേഴ്സാ വരുന്നത് കേട്ടോ. സത്യം. ഇതൊക്കെ തുറന്ന് ഇട്ട് കാണുമ്പോ പെണ്ണുങ്ങളുടെ രസമായിരിക്കും അല്ലേ. ഓക്കെ, സിന്തറ്റിക് ടൈപ്പിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മോഡലൊക്കെ ആയിട്ടുള്ള സാരീസ് ആണ് വരുന്നത്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് സിന്തറ്റിക് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാതും അവൈലബിൾ. ഇപ്പൊ ഈ റാക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ഈ സൈഡ് എന്തായിട്ടിരിക്കണേ, ഈ സൈഡ് ഈ മൊത്തം. പിന്നെ എപ്പോഴും നമ്മൾ വരുന്ന പോലെയല്ല, ഇപ്പൊ ഈ കാണിച്ചതൊക്കെ ചിലപ്പോ തീർന്നു പോയിട്ടുണ്ടാവും നിങ്ങൾ വരുന്ന സമയത്ത്. നമ്മുടെ കോഴിക്കോട് ഉള്ള അതിനെ കുറിച്ചൊന്ന്. കോഴിക്കോട് നമ്മള് ഇതിനേക്കാൾ ബൾക്കായിട്ട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അതൊരു 30 വർഷത്തായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. 30-35 കൊല്ലത്തെ ആയിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടുപുറകിൽ സെഞ്ചുറി കോംപ്ലക്സിൽ ഏറ്റവും ടോപ്പ് ലൈൻ വരണം. അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ്. അതും ഒരു ഹോൾസെയിൽ മാർക്കറ്റ് അല്ലേ? ഹോൾസെയിൽ മാർക്കറ്റ്. സെഞ്ചുറി കോംപ്ലക്സ് എന്ന ബിൽഡിംഗ് മൊത്തം ഒരു ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹോൾസെയിൽ മാർക്കറ്റ് ഇവര് കൈയടക്കി. തീർച്ചയായും കോഴിക്കോട് ഹോൾസെയിൽ മാർക്കറ്റും എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റും അല്ലെ. 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവരവിടെ. നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ. അല്ല തുടങ്ങിയിട്ടുള്ളൊന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് ആണ്. രണ്ടാമത്തെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോ ചെറിയൊരു ഔട്ട്ലെറ്റ് അല്ല, ഇതൊരു 4 ഫ്ലോർ ആയിട്ട് ഉള്ള ഒരു വലിയ ബിഗ് ഷോപ്പാണ്. അവിടെയും അങ്ങനെയൊക്കെ തന്നെ. അവിടെ ഇതല്ല, ഇതുക്കും മേലെ. അതെ, ഇത് നോക്കി ഇനി അടുത്തത്. ഇതും ഫുൾ പ്രിന്റിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിന്റെ കളേഴ്സ് സാരീസിന്റെ വെറൈറ്റീസ് ഇവിടെ കണ്ട തീരില്ല. അത്രയും നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോ സാരി നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ കേരള പോട്ടെ. അതെ, നമ്മള് പെണ്ണായി ജനിച്ചു കഴിഞ്ഞാ സാരി ഒരു തവണയെങ്കിലും ഉടുക്കാണ്ട് പോവില്ല. ഉടുത്തില്ലെങ്കിലും വാങ്ങിയെങ്കിലും വെക്കും. അത്രേ ഉള്ളൂ. ഇതാ അങ്ങനെയാണോ നിങ്ങള്? അതെ തീർച്ചയായും. എന്റെ അലമാര നിറയെ സാരി ഉണ്ട്, പക്ഷെ ഉടുക്കത്തില്ല. ഉടുക്കുമ്പോ സമയം പോവില്ല. പക്ഷെ സാരിയുടെ ഒരു ഹരം കൊണ്ട് നമ്മുടെ ആൾമാരി മൊത്തം സാരി കൊണ്ട് നിറച്ചു. അതാണ് അതെ. ഇനി ഈ ഒരു സൈഡ് യൂണിഫോം സാരീസ് ഉണ്ട്. യെസ്, യൂണിഫോം സാരീസ് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 100 ആയാലും 500 ആയാലും 1000 ആയാലും എത്ര കളേഴ്സ്. ഇതൊന്നും ഓടിപ്പിച്ച് കാണാം നമുക്ക്. ഫുൾ ഇങ്ങനെ തന്നെ കണ്ടാലായിരിക്കും കുറച്ചുകൂടി ഭംഗി. അടുത്തേക്ക് വന്നല്ലേ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് 8ഓളം ഡിസൈൻസ്. വിചിത്ര സിൽക്കിൽ തന്നെ. ഇത് യൂണിഫോം സാരീസ് ആണെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതാ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ പിടിച്ചോ. ഫുൾ യൂണിഫോം സാരീസ് കേട്ടോ. ഇതൊക്കെ കാണുന്നത് മൊത്തം പ്രിന്റ് ആണ്. ശരിക്കും അത് വീവിങ് ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ്. ഈ കാണുന്നത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇതിലങ്ങനെ ഇത്ര പീസ് എടുക്കണമെന്നൊന്നുമില്ല. പെർ പീസ് വേണമെന്നില്ല. അത് കച്ചവടക്കാർക്ക് പെർ പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ പീസിന് ഓടി വരുമായിരിക്കോ അല്ലെ. അതെ, ഇതും അതിൽ പെട്ടത് തന്നെയാണ്. ഇനി ഈ കാണുന്നത് മൊത്തം ബോക്സ് പാക്കിംഗ് ഐറ്റംസ് ആണ്. അതിൽ കാറ്റലോഗ് ഐറ്റം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സാരീസ് അവൈലബിൾ ആണെന്ന് ഇതിൽ തന്നെ ഉണ്ടാവും. 8 സാരി 8 ടോണില്. ഇപ്പൊ ഇത് കാണിക്കുന്നതിന്റെ ഇതാണോ? അതെ, അതും ഒരു തുറക്കണ്ട, കാണാൻ പറ്റൂല. ഇതിപ്പോ ആക്ച്വലി നമ്മളിപ്പോ കടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർക്ക് കാണിക്കാനും സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ഫോട്ടോ കാറ്റലോഗ് കാണിച്ചാൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു സാരിയുടെ ലുക്ക് ഏകദേശം കസ്റ്റമർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനത്തെ മേടിച്ച് വെക്കുമ്പോ അതിന്റെ ഒരു ബെനിഫിറ്റ് അങ്ങനെയായിരിക്കും. അങ്ങനെ ഇത് കാണുന്നത് മൊത്തം കാറ്റലോഗ് ഐറ്റംസ്. ഇതാ അതിൽ ഇങ്ങനത്തെ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട്. ഇപ്പൊ ഏതൊക്കെ കാണിക്കും അല്ലെ. ഇരിക്കണത് മൊത്തം ബോക്സ് പാക്കിങ്. ഇത് ഒരു ബനാറസിയില്. ബനാറസിയാണ് ഈ കളർ നന്നായിട്ട് ഇല്ലേ, നല്ല അടിപൊളി കളറാണ് കേട്ടോ ഈ കാണുന്നത്. അതും വീവിങ്ങിലാണ്. ഇത് സെറീര വർക്ക് അല്ല കേട്ടോ, ത്രെഡ് വർക്കിൽ വരുന്നതാണ്. ഇനി ഇതൊരു അതും ഡബിൾ ഷെയ്ഡിലാണ്. തുറന്നാലാ.
ഇത് റിച്ച് ആയിട്ട് ഫുള്ളായിട്ട് തുറന്ന പണി കിട്ടൂട്ടാ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഉടുത്ത് നോക്കാം. സാരി അങ്ങനെ ഉടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ഉടുക്കാലോ അല്ലേ? ഇതാ ഇത് അടിപൊളിയാണ് കേട്ടോ. സാരിയുടെ കളർ വൈസ് നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് സാരിയാണ് വരുന്നത്. ഇതിന്റെ മുന്താടിയുടെ പോർഷൻ ഇതൊരു ഡബിൾ കോൺട്രാസ്റ്റിൽ വരുന്നത്. ആ കളറിൽ തന്നെ, ആ ഒരു കളർ ഫാമിലി കളറിൽ തന്നെ ഉള്ള കളേഴ്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊരു ഡിഫറെന്റ് ബൂട്ട. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഡിഫറെന്റ് ബൂട്ട, സിൽവറിലാണ് ഇതിന്റെ ടോൺ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് നോക്കിയാലോ നമുക്ക്. ഇത് സിംഗിൾ ടോണിലാട്ടോ ഇത് വരുന്നത്. സിംഗിൾ ടോണില് ബ്ലൗസ് പീസ്, സ്ലീവില് ആ വർക്ക് സിൽവറിന്റെ വർക്ക്. ഈ ഒരു വർക്ക് തിരിച്ചാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ ഇങ്ങനെ ഇത് ഫുൾ സ്ലീവിന്റെ പോർഷൻ. അത് സ്ലീവിൽ വെക്കണേ വെക്കാം, ബാക്കിൽ വെക്കണേ വെക്കാം, നെക്കിന്റെ പോർഷൻ വെക്കാം. അതൊക്കെ അതെ, അതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. കാരണം ബ്ലൗസ് ഇന്നത്തെ കാലത്ത് സാധാ ബ്ലൗസ് പോലെ അല്ല. ബ്ലൗസിന് തന്നെ എന്താ ട്രെൻഡ് മാറി. ഇതാ ചേട്ടന് കൊടുത്തു. ഇനി നമുക്ക് ഷിഫോണിലേക്ക് നോക്കാം. ആ ഇവിടെ വരെ ഫുൾ യൂണിഫോം സെക്ഷൻ. അതില് സെൽഫ് എംബോസ് പ്രിന്റില് അങ്ങനെയൊക്കെ വർക്കുകൾ വരുന്ന സാരീസ് ആണ്. ഇനി ഇവിടെ അങ്ങോട്ട് ഷിഫോണിന്റെ സാരീസ് ആണ് ഈ ഫുള്ള് വരുന്നത്. ഷിഫോൺ എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ ഓർക്കണത് നമ്മുടെ ടീച്ചേഴ്സ്, അമ്മമാര് അല്ലെ, അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അതെ, ഇതിലത്തെ സാരീസ് ആണ് കേട്ടോ ഷിഫോണിൽ വരുന്നത്. ഇതും ഷിഫോണാന്ന് പറഞ്ഞാൽ കുറച്ച് റിച്ച് ടൈപ്പ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു. ഇത് വിത്തൗട്ട് ബ്ലൗസ് ആയിരിക്കും. വിത്തൗട്ട് ബ്ലൗസും വരുന്നുണ്ട്, വിത്ത് ബ്ലൗസിലും വരുന്നുണ്ട്. ഇതാ അതിന്റെ ഷിഫോണിന്റെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ പെട്ടെന്ന് അലിക്കാൻ, പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയിട്ടുള്ള ഷിഫോണിന്റെ സാരി കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇതൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്, ഷിഫോണിൽ തന്നെയാണ്. ഇതൊരു ഡിഫറെന്റ് മെറ്റീരിയൽ, രണ്ട് മാറ്റമുണ്ട്. ഇത് വൈറ്റ് ബ്ലാക്കില്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. ഇത് കൊറേ ഉണ്ട്, ഇതൊക്കെ കാണിക്കില്ല. ഇതെങ്ങനെ, ഇതെന്താ സംഭവം? ഗാർഡൻ സിൽക്ക്. എന്നാ ഗാർഡൻ സിൽക്ക് പേര് മാത്രമല്ല, സിൽക്കിലൊന്നും ഇങ്ങനെ തിളക്കം ഇതൊന്നും ഇല്ല. പേര് അതിന്റെ സാരിയുടെ പേരാണ് ഗാർഡൻ സിൽക്ക്. അന്ന് സിൽക്കിന്റെ ഒരു തിളക്കം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് ആ ഒരു സെയിം ഷിഫോണിൽ വരുന്നത് കേട്ടോ. ഇനി 4 സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം. ഇത് ഞങ്ങൾ ഇനി അങ്ങോട്ട് വരാം. ആ പറയൂ. അവള് ആ വഴിക്ക് പോയി. ആഷ്ലി പറയൂ. ഡിജിറ്റൽ കേട്ടാ, ഡിജിറ്റൽ പ്രിന്റില് ഇതുപോലെ ഫുള്ള് ഈ ഓവറോൾ ഈ ഒരു കളേഴ്സിൽ അവൈലബിൾ. കളേഴ്സ് ആ കാണുന്നത് മൊത്തം ഒരു സെക്ഷൻ ആണ്. ഇതെല്ലാം ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു പാക്കിംഗ് ഫ്ലവറിലുണ്ട്, ഡിജിറ്റലിലുണ്ട്. ഇത് ഫുൾ ഡിഫറെന്റ് വർക്കിൽ വരും. മൾട്ടി കളറിലുണ്ട്, കൊറേ ഉണ്ട് അല്ലേ? ഇത് നന്നായി കേട്ടോ. കണ്ടോ മാർബിൾ ഡിസൈൻ. ആ അതന്നെയാ വന്നിക്കണല്ലേ, മാർബിൾ ഡിസൈനിൽ കണ്ടു. എന്ത് രസം കാണാനായിട്ട്. കൊറേ ഉണ്ട് കാണിക്കുകയാണെങ്കിൽ. നല്ല നല്ല വർക്കുകളും നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് കാണുന്നത് മൊത്തം ഒരു ഷിഫോണിന്റെ ഏരിയ ആണ്. ആ അറ്റം വരെ അത് തന്നെയാ, ആ അറ്റം വരെ അത് തന്നെ. പിന്നെ ആ ഇരിക്കുന്നത് വൈറ്റ് സ്പെഷ്യൽ ആയിട്ട് വേണ്ടവർക്ക് വൈറ്റ് ഉണ്ട്. ആ വൈറ്റ് ബേസ് വന്നിട്ട് അതില് നമുക്ക് ചെറിയ എംബ്രോയിഡറീസ് അങ്ങനെ വരുന്ന ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതിലിപ്പോ കുറച്ച് പ്രിന്റുകളും ഞാൻ കാണിക്കാം. വൈറ്റില് കേട്ടോ, പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതില് വൈറ്റ് ബേസിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. അതിൽ ഡിഫറെന്റ് പ്രിന്റ്സ് വരുന്നുണ്ട്. ബോർഡർ വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത് ഈ ഒരു കളക്ഷൻ. ഇനി വൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് മാത്രം ഈ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ എംബോസ് തുടങ്ങിയ എംബോസ്. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ഈ കാണുന്നത് മൊത്തം തന്നെ ലൈൻസ് വരുന്ന ഒരു കളക്ഷൻ. ഓക്കെ, ഇത് കാണുന്നത് മൊത്തം വൈറ്റ് ബേസിലും അതുപോലെ തന്നെ ബേച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്നത്, അതിൽ വർക്ക് വരുന്ന ഒരു കളക്ഷൻ. വൈറ്റ് മാത്രമാണെങ്കിൽ വൈറ്റ്. ഈ കാണുന്ന ഗ്യാപ്പ് നോക്കണ്ട കേട്ടോ, ഒരു കസ്റ്റമർ വന്നത് അങ്ങനെ എടുത്തോണ്ട് ഓടിയതാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കോട്ടൺ. ഓക്കെ, കോട്ടൺ സാരീസ്, പ്യുവർ കോട്ടൺ കുറച്ചുകൂടിയും ഈസി കംഫർട്ടബിൾ ആയിട്ട് ടീച്ചേഴ്സ്മാരാണ് കൂടുതൽ ടീച്ചർമാരാണ് ഇത് പ്രിഫർ ചെയ്യുക. കോട്ടന്റെ പല പ്രിന്റ്സിൽ ബാട്ടിക് പ്രിന്റ് ഉണ്ട്, ഗഡ്വാലൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇത് പത്താ അവിടെ അങ്ങോട്ട് പോവാം നമുക്ക്. ഇത് നമുക്ക് ഒരു ഗ്രേ ഷെയ്ഡ് തന്നെ വരുന്ന ഒരു ടോൺ മാറി വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ തന്നെ. പക്ഷെ നല്ല പ്രിന്റ് അല്ലേ? ഒരെണ്ണം നല്ലതായിട്ടൊന്ന് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണ്ടാ ആ ഒരു പ്രിന്റ് കാണാനുണ്ട്. അടിപൊളി. ഇതിങ്ങനെ കണ്ട ഈ പ്രിന്റ് കാണാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച പോലെ ഒരു ഫീലിംഗ്.
ഇത് ബേസ് ഗ്രേ ആയിരിക്കും, അതില് ഇതുപോലത്തെ വലിയ വലിയ പ്രിന്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കണ്ടോ, വലിയ വലിയ പ്രിന്റ്. ഇനി ഇതിന്റെ ബ്ലൗസ് നമുക്ക് നോക്കിയാലോ. ബ്ലൗസ് വരുന്നത് സെപ്പറേറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതും പ്ലെയിൻ ആണ്. അതിൽ നമുക്ക് സ്ലീവില് ഈ ഒരു സംഭവം അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിൽ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിന്റെ ഡിഫറെന്റ് ഫുള്ള് നിവർത്തുണ്ട്. അതായത് ഫുള്ള് ഇങ്ങനെ മതി. ഇതും അതിൽ തന്നെ അല്ലേ. ഇനി പ്രിന്റ് വേണ്ട, ഇങ്ങനെ ഇക്കത്തിന്റെ സ്റ്റൈൽ വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ. കുറെ ആ കെട്ട് അങ്ങനെ തന്നെ എടുത്തേ, ഓരോന്നോരോന്ന് എടുക്കരുത്. ഇപ്പൊ കച്ചവടക്കാര് എങ്ങനെയാ നോക്കാന്നറിയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്ക. ആവശ്യമുള്ള പ്രിന്റുകൾ എടുത്തോ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഇതാണ് കെട്ട്. ഇനി നമുക്ക് ഗഡാളിന്റെ ഇത് സൈഡാ കിച്ചൺ സാരി ആയിട്ട് യൂസ് സാരി അല്ലെങ്കിൽ ഓയിൽ സാരി എന്നാ പറയാ. ആ ടൈപ്പ് ഐറ്റംസ് ആണ്. പണ്ടാണ് ഈ ഓയിൽ സാരി പറഞ്ഞിരുന്നത്. ഇപ്പൊ കിച്ചൺ സാരി കിച്ചൺ സാരി ഇപ്പൊ പറയണത് ഇപ്പൊ എല്ലാരും പരിഷ്കാരായിരുന്നു. ഇതാ ഇങ്ങോട്ട് നീങ്ങോ, ഇങ്ങോട്ട് ആ. ഇതിന്റെ കൊറേ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഉണ്ടെന്നുള്ള ഒരു ഹിന്റ് തരാണ്. ഇത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണോ വരുന്നത്? ഇത് മൊത്തം വിത്തൗട്ട് ബ്ലൗസിൽ എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് രീതിയില് അതില് കൊറേ പ്രിന്റ്സ് പേസ്റ്റലിൽ ലൈറ്റ് ചാർട്ടും ഉണ്ട്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആയിരിക്കും. ഇതാ ഇത് സിമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിലെ അമ്മമാര് സാരി മാത്രം ഉടുക്കണവരാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള ഈ മൊത്തം ഏരിയ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയി ഇവിടെ തന്നെ നിന്ന് പോകും. സമയമില്ല നമുക്ക്. പോവാ. ഇതേതാ ഈ ഫ്ലോർ? ഇവിടെയാണ് സെമി കുറച്ച് നമുക്ക് പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഹാൻഡ്ലൂമിൽ ഏറ്റവും കൂടുതൽ ബേസ് ആയിട്ട് വരുന്ന ഫ്ലോർ ആണ്. ഹാൻഡ്ലൂമിൽ തന്നെയല്ല ഫാൻസി ഐറ്റംസും കാണുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഒരു പ്രീമിയം റേഞ്ചിലുള്ള കുറച്ചുകൂടി നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ താഴത്ത് കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പ്രീമിയം റേഞ്ചിലേക്ക് അപ്പൊ ഈ പ്രീമിയം എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിയാലോ. ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. അതുപോലെ അടിപൊളി കളേഴ്സ്. ഈ പട്ട് സാരി കാണുമ്പോ ഒരു വീക്ക്നെസ് ആണ്. എന്താ രസം കാണാനായിട്ട്. ആ ഒരു കളറ് ശരിക്കും ആ ഒരു ഇത് പക്ക ഹാൻഡ്ലൂമാ. ഇത് പക്ക ഹാൻഡ്ലൂം. ആ ഒരു ഹാൻഡ്ലൂമിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? കണ്ടോ, ഇതിവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കണുണ്ട്. അത് കൂടുതൽ ഈ ഹാൻഡ്ലൂമിലാ വരാ. പവർ ലൂമിന്റെ അത് വരില്ല. എവിടെയായിരുന്നു? ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഡീൽ ചെയ്തത്. അങ്ങനെ പറയും, ഡീലർ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത തിരക്കേറിട്ടെ കുറച്ച് സ്റ്റാഫ് അവിടെ ആയിട്ട് പോയി. അങ്ങനെ ചെറിയ പ്രശ്നത്തിൽപ്പെട്ടു പോയി. പക്ഷെ മാനേജ് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്. എന്തായാലും സെറ്റ് ആയില്ലേ? ഹാപ്പി അല്ലേ? ഇനി ഞങ്ങളൊന്ന് ഹാപ്പി ആക്കോ. തുടങ്ങിക്കോ. ഇത് ടിഷ്യൂലി കോൺട്രാസ്റ്റ് വരുന്നത്. ഓക്കെ, അതെന്തോ പറയട്ടാ. കോൺട്രാസ്റ്റ് വരുന്നത് ഇത് ഉൾപോഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മുന്താണി കാണാനായിട്ട് ഇതാ കോൺട്രാസ്റ്റ് വരുന്ന അടിപൊളി. സാരിയുടെ സെക്ഷൻ എന്ന് പറയുമ്പോ ഒരു ഹരം വേറെ തന്നെയൊക്കെ എടുക്കട്ടെ. എടുക്ക് വെറൈറ്റികള്. ഇതാ ടിഷ്യൂല് ഇട്ടാ. ഇത് സിംഗിളില് ഡബിളാ. ഇതാ ഇത് ഡബിളില് കോൺട്രാസ്റ്റ്. ഇത് ഇങ്ങനെ കാണിക്കും. എന്നാലും അറിയുള്ളൂ. പിടിച്ചോ, ഇതാണ് വെറൈറ്റി. അടുത്തത് പിടിച്ചോ. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഇതില് നമുക്ക് ഹാൻഡ്ലൂമിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട്. അത് കുറച്ച് പ്രീമിയം രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. രണ്ട് സൈഡ് ബോർഡറിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് സിൽക്ക് അല്ലേ? അതുകൊണ്ടല്ലേ സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞു ഞാൻ. ഇതിൽ 3 ടോൺ ഉണ്ട്. ഡാർക്ക്, ലൈറ്റ്, പേസ്റ്റൽ. അങ്ങനെ ഇതും വീവിങ് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ റെഡ് ബെൻ ഷെയ്ഡാ വരുന്നത്. ഇത് മടക്കണം കേട്ടോ. ഞാൻ മടക്കിക്കോളാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. യെസ്, കേട്ടെ കേട്ടാ. ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാണിച്ചു തന്നെ. നമ്മൾ ഇത്ര നേരം കാണിച്ചതൊന്നല്ല കാണിക്കില്ലേ. ഇത് സാരിന്നാണ് നമുക്ക് മെയിൻ. കണ്ടോ, സാരിയുടെ എല്ലാ ഐറ്റംസ് എവിടെ ഉണ്ടല്ലേ? ഓൾ ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഷെയ്ഡാന്ന് തോന്നുന്നുണ്ട്. വേറെ മോഡലാണ്. ഷെയ്ഡ് സെയിം തന്നെയാണ് വരുന്നത്. ഇത് കോപ്പറില്. ഇത് പിടിച്ചോ, കോപ്പറില്, ഫുൾ കോപ്പറില്. തുറക്ക്. കൊറേ കളേഴ്സ് ഉണ്ട്. ഇത് ടിഷ്യൂല്. ഇതും കോൺട്രാസ്റ്റില് നേരത്തെ കാണിച്ചത് തന്നെ അതിന്റെ ഡിഫറെന്റ് കോൺട്രാസ്റ്റില് വരുന്നത്. ഇത് കോറ സിൽക്കില്. ഇതും നല്ലൊരു ആ ഖാദി ഫീലിംഗ് ഇതില് വരും അല്ലെ? ആ ഒരു കോപ്പറിൽ വരുന്നത്. പിന്നെ ഇത് ഇവിടെ നോക്കണോ മൊത്തത്തില് സാരി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന എന്താ വെറൈറ്റികൾ. ആ ബ്ലാക്ക്, സിൽവർ, കോപ്പർ, ഈ കോമ്പിനേഷൻ എവിടെ കണ്ടാലും നമ്മള് പെണ്ണുങ്ങൾക്ക് ഒരു ഹരം തന്നെയല്ലേ? സൂപ്പർ. അതിനാ എനിക്ക് പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല പ്രിന്റ് അല്ലേ?
ഇത് സിൽവർ ഡിസൈനിൽ വന്നത്. ഇത് സിൽവർ ബോർഡർലെസ്സില്. ഇത് കുറച്ച് പ്രീമിയം റേഞ്ച് വരുന്ന മോഡലാണ്. ഐസ്ക്രീം ചാട്ടാണ് അതിനകത്ത് മൊത്തം. ഓ ഐസ്ക്രീം വിട്ടില്ലേ? ഐസ്ക്രീം ഞങ്ങളുടെ മെയിനാണ്. മെയിനാണ് ഐസ്ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോ ഒരു ഷെയ്ഡ് വേറെ തന്നെ. അതായത് ഇത് വേറെ ഒക്കെ സോഫ്റ്റ് സിൽക്ക് ഉണ്ട്. ഇതൊക്കെ പിസ്തയില് ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത്, കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി മീൻസ് നമ്മള് കാണുന്ന മോഡൽ തന്നെ, പക്ഷെ റേറ്റ് കുറവുണ്ടാവും ഇവിടെ അല്ലേ? റേറ്റ് കുറവാണ്. ആ റേറ്റ് നമ്മൾ പറയൂല. റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരിക, ഡയറക്റ്റ്. എറണാകുളക്കാരാണെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരാം, കോഴിക്കോടുകാരാണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് വരാം. രണ്ടിനും നടക്കിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇതിന്റെ നടുക്കില് ആ ഒരു സെറോസ്കി ഡയമണ്ട് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഓവറോൾ ഫുൾ വീവിംഗിലാണ് വരുന്നത്. ഇത് കാണുന്നത് മൊത്തം ഷിബോരിയുടെ വർക്കാണ് കേട്ടോ, ഫുള്ള്. അതുപോലെ തന്നെ ബോർഡർ വരുന്നുണ്ട്. നമുക്ക് ഈ പട്ടുസാരി വിട്ടിട്ട് നമുക്ക് ഇനി അടുത്തേക്ക് കയറിയാലോ. ഇതെന്താ സംഭവം? കോട്ടൺ ഫീൽ തന്നെയാണ്. കോട്ടൺ ഫീലിൽ ഫുൾ ബോഡിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കോമൺ ബ്ലാക്ക് ആണ് വരുന്നത്. എല്ലാം കോമൺ ബ്ലാക്ക് ആണ്. ഇത് ഇങ്ങനെ വരും. ഇതിൽ ബ്ലാക്ക് ആയിരിക്കും. പ്രിന്റുകൾ ഡിഫറെന്റ് പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡിഫറെന്റ് ഒക്കെ പ്രിന്റിലാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം വൈറ്റിലും വരുന്നുണ്ട്. ഇപ്പൊ ഇത് കളേഴ്സിലാണ് നമ്മൾ കാണിച്ചത്. ഇത് കളറിലാണ്. എന്നാൽ അതിന്റെ വൈറ്റിൽ വരുന്നുണ്ട്. വൈറ്റിൽ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ നിന്നൊക്കെ കാണിക്കുന്നു ഒരു ഊഹല്ല. എന്തായാലും ഈ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞേക്കാളും മുന്നേ വേഗം എത്തിക്കോ, ഒന്നും പറയാൻ പറ്റില്ല. അതെ തീർന്നാലും നമുക്ക് വേറെ വരും. എന്നാലും എന്താ പറയാ, നമുക്ക് കോഴിക്കോട് നിന്ന് പിന്നെ വരുത്തിക്കും. നമ്മളൊക്കെ അവിടെയാണല്ലോ മെയിൻ. നമ്മുടെ ഇവിടെ സബ്ബാണല്ലോ. സബ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളിവിടെ മെയിൻ ആവും. അതെ ചെക്കിൽ കേട്ടോ. അത് മുന്താണി വരുമ്പോ ഇതാണ്. ഇനി അതിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത്. ഇതേ ഇത്രയും കളേഴ്സ് ഉണ്ട്. ഇത് കളേഴ്സ് കാണുന്നത് മൊത്തം എടുക്കണം കേട്ടോ. അപ്പൊ വൈറ്റില് പ്രിന്റ് ഇതാ ഇത്രയും പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം ഇരിക്കണത് അല്ലേ? ഇത് മൊത്തം ഈ ഫുൾ ഇപ്പൊ നമ്മൾ കാണിച്ച ആ ടോണിൽ ആ കോട്ടൺ ഫീൽ വരുന്നത്. കോട്ടൺ ഫീൽ വരുന്നത് ഈ കാണുന്ന ഏരിയയിൽ മൊത്തം റാക്കിലുള്ളതും ഇല്ലാത്തതായിട്ട് കുറെ ഇരിക്കുന്നുണ്ട്. ഇത് ഫാൻസി ആണോ ഈ കാണുന്നത്? ഓക്കെ ലൈറ്റ് വെയിറ്റില് കോൺട്രാസ്റ്റിൽ വരുന്നത് ഇതാ. പിന്നെ ഫാൻസി പറയൂ. ബോഡി ഫുൾ സ്റ്റോണും അതുപോലെ തന്നെ ബ്രാസോറ ഫീലിംഗ് ഇല്ലേ ഇതിന്? ബ്രാസോ ടൈപ്പ് തന്നെ. ഇതൊരു ബ്രാസോറ ഫീലിംഗ് ആണ് വരുന്നത്. ബ്രാസോ എന്ന് പറയുമ്പോൾ ദുപ്പട്ടയായിരുന്നു ഫേമസ്. അതിലത്തെ ഇപ്പൊ സാരിയിലും നിറവ് വന്നിട്ടുണ്ട്. സാരി ഉണ്ട്, പക്ഷെ ഈ ഒരു വർക്ക് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഓ ഇത് മറ്റേ കുറച്ചുകൂടി എന്താ പറയാ ചെട്ടിനാട് സ്റ്റൈലില് കേട്ടാ. ഇത് എല്ലാവർക്കും ഒരു ഹരാണ് ഈ ഒരു കോട്ടൺ. അതില് കുറെ വർക്ക് വരുന്നുണ്ട് അല്ലേ? ഇതാ ഇനി ഇതൊക്കെ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കാണ്. ഇതൊക്കെ അതിലത്തെ ഇട്ടോളൂ. അതെ ഇതൊക്കെ കടയിൽ കൊണ്ടുവയ്ക്കുമ്പോ അതെ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. കുട്ടികളെ പേപ്പർ കോട്ടൺ എന്ന് പറയണത്. കുട്ടികളെ നോക്കണ പോലെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ചും കണ്ടൊക്കെ വെക്കണം. കാരണം കോട്ടൺ ആണ്. ഇത് ചുളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തേക്കേണ്ടി വരും. അപ്പൊ തേക്കേണ്ടത് അത് കസ്റ്റമർ തേച്ചോളൂ അല്ലെ? പിന്നെ പോളിക്കോട്ടൺ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഏരിയ ഫുൾ വരുന്നത് പോളിക്കോട്ടൺ. ഇത് അതിലത്തെ ആണോ? ഈ ഒരു മോഡൽ ടീച്ചർ സ്പെഷ്യൽ ആണ്. കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മേഡം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് പ്രീമിയം റേഞ്ച് വരെ ഈ ക്വാളിറ്റിയിൽ കിട്ടും. ഇതിലുണ്ട്. ഓക്കെ അതിലത്തെ ഡിഫറെന്റ് ഇതാണ് കളർ. ബോർഡർ എന്ന് പറഞ്ഞാൽ ഒരു 12,000-ഓളം ബോർഡർ ഡിസൈൻ ഉണ്ട്. ചിലത് ബുട്ടിയായിട്ടും വരും, പിന്നെ പ്ലെയിൻ ആയിട്ടും വരും. അങ്ങനെ ബൂട്ടാസ് ഡിഫറെന്റ് ബോക്സ് ഒക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു സെക്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം റേഞ്ച് ക്വാളിറ്റി. ഈ ഒരു സെക്ഷൻ ഇതും കോട്ടൺ തന്നെയല്ലേ? കോട്ടൺ. കുറച്ച് ഇങ്ങോട്ട് നിന്ന് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വർക്കും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എവിടുന്ന് ചാടൂല്ലേ? മൊത്തം സാരി കൊണ്ടാ ചാടൂ, ക്യാമറ കൂടെ ചാടൂ. യെസ് ചാടൂ. എന്നാലാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഇത് ഫുൾ കോട്ടണില് കൂടിയ റേഞ്ചിലുള്ള കോട്ടൺ. എന്നാൽ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. കോട്ടൺ എന്നൊക്കെ കോട്ടൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതിലത്തെ വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത്. അതില് അങ്ങനെ ഇതൊക്കെ വീവിംഗിലാ വരുന്നത് അല്ലേ? പ്രിന്റിലല്ല, ഹാൻഡ്ലൂമില്. അതില് വലിയ ചെക്ക് വരുന്നുണ്ട്, ചെറിയ ചെക്ക് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ തീരെ പൊടിച്ചൊക്കെ വരുന്നുണ്ട്.
മൈക്രോ ഇതിന്റെ മൈക്രോ വരുന്നുണ്ടല്ലോ ഇത് മൈക്രോ അല്ല ഇതിന്റെ മൈക്രോ വരുന്നുണ്ട് ആ ഇപ്പൊ നിലവിലുള്ളത് ഇനിയുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ ഈ ഫോൾഡിങ്ങും തമ്മിൽ എന്താ പ്രത്യേകത? അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ ചോദിക്കരുത്. ഇതൊക്കെ മാനുഫാക്ചർ ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ അവര് നോക്കിക്കോളും. നമുക്ക് ഇത് കാണിച്ചു കൊടുക്കല് പടി മാത്രമേ. ചന്തേരിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് മോഡലാണ്. ഒരു സിമ്പിൾ ആണ്, വേറെ വർക്ക് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് ലുക്ക് വരുന്നത്. വേറെ വർക്ക് ഫീൽ ആയതാണ്. ഇത് കോട്ടണിലൊക്കെ തന്നെയാട്ടോ. നേരത്തെ നമ്മൾ കണ്ടല്ലേ. ഓക്കെ, എന്തിനാ അത് ഫുൾ എടുക്കണേ? നോക്കിയേ, ഇത് കണ്ട എന്ത് രസമാണ് കാണാനായിട്ട്. പേസ്റ്റലിൽ ഇങ്ങനെ ഫുൾ വർക്കിൽ ഇപ്പൊ ലൈൻ നമ്മള് ലൈനും അതുപോലെ ചെക്ക് ഇത് രണ്ടാ വരുന്നത്. അതിലത്തെ ഒരു ചെക്കാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. ഇനി റേറ്റ് പുറമേ ഒക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇവിടുത്തെ റേറ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നേരിട്ട് കാണാം. പക്ഷെ നിങ്ങക്ക് നേരിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വന്നാ മതിയില്ലേ? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ഞായറാഴ്ച ഓപ്പൺ ആട്ടോ. വില്ലേജ് കോട്ടൺ. അതില് ഇത് ബോർഡറിൽ വരുന്നത് ഇത് ഫുൾ വീവിങ്ങില് വരുന്നത് കേട്ടോ. നല്ല ഷെയ്ഡുകളാണ് ഇതൊക്കെ. ഈ പേസ്റ്റലാണ് കൂടുതൽ വരുന്നത് അല്ലെ? ഇതില് എന്നുവെച്ചാൽ ലൈറ്റ് ഷെയ്ഡാണ് കൂടുതൽ വരുന്നത്. ഇതൊക്കെ അതിലത്തെ ഷെയ്ഡുകളാണ് വരുന്നത്. ഫുൾ അടിപൊളി അടിപൊളി ഷെയ്ഡുകളാണ്. നിങ്ങളൊക്കെ ഒരു ഹരാണ് സാരി. പിന്നെ ആ റേഞ്ചിൽ തന്നെ കോട്ടണിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? അതില് ഫുൾ വീവിങ്ങില് പ്രിന്റ് കുറവാന്ന് തോന്നുന്നുണ്ട്. ഫുൾ വീവിങ്ങിലാണ് വരുന്നത്. അതായത് ഇട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ്. ഇതൊക്കെ വീവിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്നത് കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ തന്നെയാണ്. ഹൈ റേഞ്ച് പ്രീമിയം. അതില് നമുക്ക് ഈ ഒരു കസവും കൂടി വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ ഇങ്ങനെ കസവും കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഈ കോട്ടൺ കൂടാണ്ട് ഈ സംഭവം എന്താ നിലത്തിരിക്കുന്നത്? നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ. ഈ കുബേര ഇതല്ലേ കുബേര? അപ്പൊ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ കല്യാണ പാർട്ടിയോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് 1 ലക്ഷം 2 ലക്ഷത്തിന്റെ പർച്ചേസിങ് പറഞ്ഞാൽ നമ്മൾ തരൂല. കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം അല്ലേ? ഇത് സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറിന്റെ സെറി വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുബേര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരി കൂടിയാണ്. സിമ്പിൾ ആയിട്ട് കേൾക്കുള്ളൂ. എപ്പോഴും കല്യാണത്തിന് ഒന്നും എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ കുബേര ഇട്ടിട്ട് പോവാട്ടാന്ന് പറയാം. അതും ഒരു റിച്ച് അല്ലെ? അതൊരു റിച്ച് ഫീൽ ആവും. അതിൽ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു കളറാണ്. ഇതൊക്കെ നമ്മളൊന്ന് വെച്ച് നോക്കേണ്ടത് തന്നെയല്ലേ? ഷോ അല്ലേ? വെളുത്ത പിന്നെ സുന്ദരിയായിട്ടുണ്ട്. കണ്ടോ ഈ കളർ ഇട്ട് കഴിഞ്ഞാൽ ആര് ഇട്ടാലും സുന്ദരിയാവും. ആഷ്ലി ഒന്ന് വെച്ചോക്കേ, അയ്യോ. പക്ഷെ ഇതൊക്കെ മേടിച്ച് അൽമാരി വെക്കില് മാത്രമല്ലോ അല്ലേ? കണ്ടാ ഇതൊക്കെ എന്ത് രസമായിരിക്കും കാണാനായിട്ട്. അവർക്ക് ബോർഡറൊക്കെ മര്യാദക്ക് സാരിക്ക് സാരിന്റെ അപമാനിക്കല്ലേ അല്ലേ? ആ ബോർഡറൊക്കെ വെച്ച് കറക്റ്റ് ആക്ക്. അതന്നെ മുന്താണി കാണാനില്ലാന്ന് ഇപ്പൊ. ദൈവമേ, അതൊക്കെ പോയാ. ഇതാണ് മുന്താണി. അത് പോട്ടെ. അതെ, അതേപോലെ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് സമാധാനത്തിന്റെ കൊടുത്ത് കാണിച്ചാൽ നമുക്ക് കളർ ഷെയ്ഡ്സ് കാണാമേ. ഇതിന്റെ കളർ ഷെയ്ഡ്സ്. ഓക്കെ, കോട്ടണില് തന്നെ പറയൂ. വെറൈറ്റി കുറച്ചുകൂടി സാരി വർക്കിൽ. ഇത്ര നേരം നമ്മൾ കണ്ടത് ഫുൾ വീവിങ്ങില് ത്രെഡ് വർക്ക് ആയിരുന്നു. ഇത് സിൽവറിലിട്ടാ വരുന്നത്. അതായത് ഇതുപോലെ ത്രെഡ് വർക്കും സിൽവറും രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് കളക്ഷൻസ്. കോട്ടണില് വരുന്നതാണ്. പിന്നെ നമുക്ക് ക്യാമറമാനിന് ഇവിടെ തടസ്സമായി തുടങ്ങി. കണ്ടോ സാരി നടക്കാൻ പറ്റുമോ? വരൂ. ഓക്കെ, ഇത് കോൺട്രാസ്റ്റില് ബനാറസില് ഫുൾ അല്ല മടക്കേണ്ടി വരും കേട്ടോ. ഉടുത്ത ഒരു വേറെ ലെവലാണ്. ഈ ഒരു ലെവല് വേറെ ലെവലാ. കണ്ടോ കണ്ട, ഇതാണ് ബോർഡർ. ഇങ്ങനെ എടുക്കണം. കണ്ട് പഠിക്കും അല്ലേ? അതെ, ഇതാണ് ഇതിന്റെ ഒരു ബോർഡറിന്റെ ലുക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോ നമുക്ക് ബ്ലൂ ഷെയ്ഡാ വരുന്നത് കേട്ടോ. നേവി ബ്ലൂ ഷെയ്ഡില് സൂപ്പർ കളക്ഷൻ. ഒന്നും പറയാല്ലേ, അടിപൊളി. കളറ് നോക്ക്. ഏതൊക്കെയാണ് എനിക്ക് ഭംഗിയല്ലേ? ഡ്രസ്സിന്റെ ഭംഗിയാണ്, വേറെ ഒന്നല്ല. വെറുതെ പറഞ്ഞു തന്നെ ഇത് പറഞ്ഞിട്ട് കമന്റ് ഇടാൻ നിൽക്കാട്ടോ നെഗറ്റീവ്. ഇതൊക്കെ ഇതൊരു കളക്ഷൻ. ഇതിന്റെ ബോക്സ് പാക്കിംഗ് ആക്ച്വലി പറഞ്ഞാൽ ഈ പാക്കിംഗ് ഇങ്ങനെയാണ് കേട്ടോ.
ഇത് വരുന്നത്. ഇതാ ഇത് ഇങ്ങനെ പാക്കിങ്, അത് എടുക്കുമ്പോ ഫുൾ ബൾക്കായിട്ട് തന്നെ എടുക്കണം, അത് നോ ഡൗട്ട്. ഈ കാണുന്നതല്ല, ഈ ഏരിയയും സാരീസിന്റെ ഒരു സെക്ഷൻ തന്നെയാ വരുന്നത് കേട്ടോ ഫുള്ള്. ഇനി ഈ സാരീസിനെ പറ്റിയിട്ടുള്ള ബ്ലൗസുകളാണോ ഈ ഇരിക്കുന്നത്? റണ്ണിങ് റോൾസ് ഇത് മുറിച്ചെടുക്കാൻ പറ്റിയത് റെഡിമെയ്ഡ് ബ്ലൗസും ഞാൻ കണ്ടിരുന്നു മുകളിലായിരിക്കും. ഓ അതും കൂടി ഉണ്ട് അല്ലേ. ഈ കാണുന്നത് മൊത്തം നമുക്ക് ടിഷ്യൂല് വരുന്ന അവൈലബിൾ ആയിട്ടുള്ള ബട്ടർ സിൽക്ക്, കോപ്പർ ടിഷ്യൂ, കോപ്പർ സിൽക്ക്. അത് ഇപ്പൊ ഓണം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓണത്തിന് നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട് ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ട് അതിന്റെ ഒരു കളക്ഷൻ ഒരു ബാക്കിയൊന്നും നോക്കാനില്ല. അത് ഫുൾ ഇങ്ങനെ പ്ലെയിനിലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് ഇതുണ്ടല്ലേ ജക്കാർഡ് പ്രിന്റ് വരുന്ന മോഡലാണ്. ജക്കാർഡില് കേട്ടോ അങ്ങനെ ഇതേ അതിൽ കുറെ ഉണ്ടല്ലേ കാണിക്കാൻ. ഇഷ്ടം പോലെ ഉണ്ട്, ഇതേ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എടുക്കുമ്പോ ഈ റോൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ, ആ ഒരു കാര്യത്തില് നിർബന്ധമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇനി നമ്മുടെ ഓണം തുടങ്ങാൻ പോണ അല്ലേ? ഹായ് മാം, ഇത് ഓണം കളക്ഷന്റെ നമ്മുടെ ഇവിടുത്തെ പുതിയ ആളെന്നല്ല, നമുക്ക് പുതിയതാണ്. അപ്പൊ ഓണം വന്നു അല്ലെ, നമുക്ക് നല്ല ഹ്യൂജ് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ചെത്തിപ്പൂവിന്റെ ഡിസൈൻ വന്നിട്ട് നല്ല ബിഗ് വർക്കായിട്ട് ഷാള് അങ്ങനെ മുന്തിയിൽ വർക്ക് വന്നത്. ഈ സെക്ഷൻ ഫുള്ള് എനിക്ക് തോന്നുന്ന വെൽക്രോ, ധാവണിന്റെ ഉണ്ട്, ധോത്തീസ് ഉണ്ട്, കുട്ടിമുണ്ടുണ്ട്, നമ്മുടെ പൊന്നാട, അങ്ങനെ ഓണത്തിനൊക്കെ വന്ന് കഴിഞ്ഞാല് നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊന്നാടകള്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഐറ്റംസ് തൊട്ട് നമുക്ക് കിഡ്സിന്റെ സെക്ഷനും ഉണ്ട്. ഒരു 20 സൈസ് മുതൽ, അതായത് ഒരു 6 മാസം മുതലൊക്കെയുള്ള കുഞ്ഞു പിള്ളേർക്കുള്ള ഐറ്റംസ് തുടങ്ങിയിട്ട് നമുക്ക് നല്ല ഫ്രോക്കിലുണ്ട്, പട്ടുപാവാടയിലുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ സാരീസിന്റെ ടിഷ്യൂ സാരീസിന്റെ ഒരു സെക്ഷനാണ് ഈ ഫുൾ കണ്ടത് മൊത്തം. ഈ ഒരു ഏരിയ നമുക്ക് ഓണത്തിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അതിലത്തെ വെറൈറ്റീസ് നോക്കാം. അപ്പൊ ടിഷ്യൂല് ഇങ്ങനെ പ്രിന്റുകളും കസവ് രണ്ടും കൂടി ചെക്ക് പ്രിന്റിൽ വരുന്നത്. ഇതാണെങ്കിൽ വലിയ പ്രിന്റിൽ വരുന്നത്. ഇത് കൃഷ്ണനും രാധയും ഒക്കെ ചോദിച്ചു വരുന്ന ഐറ്റംസ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബോർഡറിൽ മാത്രം വർക്ക് വരുന്നത് ടിഷ്യൂ സെലക്ഷൻസ്. ടിഷ്യൂ ഇത് എംബ്രോയിഡറി ആണ് കേട്ടോ, ബോഡി ഫുൾ ഓഫ് എംബ്രോയിഡറി വരും, ഫുൾ ടിഷ്യൂലാണ്. ഈ സീക്വൻസ് വർക്ക് എംബ്രോയിഡറി ഡീറ്റെയിലും കൂടി വരും. അപ്പൊ പ്രിന്റിലുണ്ട്, എംബ്രോയിഡറിയിലുണ്ട്. അപ്പൊ പ്രിന്റ്സ് കുറെ പ്രിന്റ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ബ്ലോക്ക് പ്രിന്റ്, വലിയ പ്രിന്റുകള്, പലതരം പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇനി ഇതൊരു കോപ്പറിൽ വരുന്നതാട്ടോ. അതെ, സിൽക്ക് വിത്ത് കോപ്പർ ആ വർക്കിൽ വരുന്നതാണ്. ഒക്കെ മാറ്റങ്ങളുണ്ട്. അപ്പൊ വരാൻ നേരിട്ട് ചൂസ് ചെയ്യാം. നല്ല നല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് കുറച്ച് സാമ്പിൾ പുറത്തേക്ക് എടുത്തു വെച്ചത് മാത്രം. ഈ കാണുന്ന ഈ ഫുൾ ഏരിയ അറ്റം വരെ കാണുന്നത് മൊത്തം സാരീസിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് ഈ കാണുന്നതൊക്കെ എന്താ ഇരിക്കണേ? ഇത് പട്ടുപാവാട, കുട്ടിയുടുപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അതന്നെ നോക്കാം. കുട്ടിയുടുപ്പ് നമ്മൾ നേരത്തെ അവിടെ ഇട്ട് അതല്ലാതെ ഉണ്ട്. അതല്ലാതെ ഇന്നാന്ന് പറഞ്ഞ അയ്യോ ഞാൻ പോവാ. പട്ടുപാവാട. അപ്പൊ ഇത് നമ്മൾ എന്താ വ്യത്യാസം? അതില് ഇത് ക്രോപ്പ് ടോപ്പില്ലേ? ക്രോപ്പ് ടോപ്പ് അത് വർക്കുള്ളത് കേട്ടോ. ഇത് തുണിയോട് കൂടിയിട്ട് വർക്ക് വരുന്നത്. വള്ളിയൊക്കെ വന്നിട്ടുള്ളത് 3-4 മോഡൽ ഉണ്ടെന്നല്ലേ? ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. ഇത് നമ്മളെ കുട്ടിയുടുപ്പിന്റെ പറഞ്ഞത്. ഏറ്റവും ചെറിയ സൈസ് ചെറിയ സൈസില് ഇത് കുറെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കളേഴ്സ് വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഓണത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കിഡ്സിന്റെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്, പ്രിന്റിലും വരുന്നുണ്ട് കേട്ടോ. ഇത് അതിലത്തെ ധാവണിന്റെ സെറ്റുകളല്ല, ഇത് കുറച്ച് വലുതാണല്ലേ? വലിയ സൈസിൽ നമുക്ക് പ്രിന്റ് എപ്പോഴും ട്രെൻഡാണ് ഇപ്പൊ. അതെ, ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് ധാവണിയില്. അപ്പൊ പിള്ളേരും അടിച്ചു പൊളിക്കാണ്. അതെ. ഇനി ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് നമുക്ക് കോട്ടൺ സാരിയില്, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. നേരത്തെ കണ്ടത് നമ്മൾ ടിഷ്യൂലായിരുന്നു, സിൽക്കിലായിരുന്നു. ഇതിലിപ്പോ കോട്ടണില് അതില് പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇത് ഇപ്പൊ കര മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഓവറോൾ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഫുൾ ഇവര് തുറന്ന് നിവർത്തി വീഡിയോ കോൾ ത്രൂ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. അല്ലാത്ത പ്രിന്റ് അല്ലാത്തത് വേണമെന്ന് വെച്ചാൽ പ്ലെയിനിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആട്ടോ. ഇങ്ങനത്തെ മോഡലും കോപ്പറിന്റെ, അതിന്റെ കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇങ്ങനെ 3 ഷെയ്ഡ്. സിൽവറില് ഇത് കോട്ടൺ ആട്ടോ. ഇതെല്ലാം ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇത് വിത്ത് ബ്ലൗസ് വരുന്നതാണ്. ഇത് അല്ലേ? ഇത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് കലങ്കാരി പ്രിന്റ് ആണ്. ഇത് കോട്ടണില് ഇങ്ങനെ പ്രിന്റില് വരുന്നുണ്ട്, പാച്ച് വർക്കിൽ വരുന്നുണ്ട്, എംബ്രോയിഡറിയിൽ വരുന്നുണ്ട്. വെച്ചോക്കണം അല്ലേ? വെച്ചോക്കി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ഞാൻ പോവും. വെച്ചോക്കി ആ വഴിക്ക് പോവും ഞാൻ.
എടുത്തോ ഞങ്ങള് തീർച്ചയായിട്ടും തന്നിരിക്കും. ഓണക്കോടി. ഓക്കെ, നമുക്കതാ ഇതില് വലിയ ഫ്ലവേഴ്സ് വരുന്നത്. ഇത് സാരിയാണോ? അതെ അതെ അതെ. ഓക്കെ, ഇത് കോട്ടന്റെ, ഇത് കോട്ടണില് വലിയ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതില് ഫ്ലവേഴ്സുകൾ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ഈ ടിഷ്യൂ മാത്രം വന്നിട്ട് ബോർഡർ ഇല്ലാതെ ഫുള്ള് പ്രിന്റ് മാത്രം, എന്നുവെച്ചാൽ കസവില്ല, കസവില്ലാതെ. ഇത് നമുക്ക് ഫുള്ള് ഹെവി ടിഷ്യൂ വർക്കില് നമുക്ക് മയിൽപീലിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതില് പ്രിന്റ് കുറെ ഉണ്ട് അല്ലേ? നല്ലൊരു പൂക്കളം തീർത്ത പോലെയുള്ള. അതെ, ഇത് ചെക്കില് വേണമെങ്കിൽ ചെക്കില് കേട്ടോ. അതെ, ചെക്ക് പ്ലെയിനിലാണല്ലോ നമ്മൾ കണ്ട. ചെക്ക് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. പിന്നെ കൃഷ്ണൻ, കുറെ പ്രിന്റ് ഉണ്ട്. നമ്മൾ കുറച്ച് എടുത്ത് വെച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതാ, ഇത് ആലില. അതുപോലെ ഈ ലോട്ടസ് ഇപ്പൊ ഇത്തിരി കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ. അത് ഒളിപ്പിച്ച് വെച്ചിരുന്നു, ലാസ്റ്റിലത്തേക്ക് വെച്ചേക്കാണ്. ഇഷ്ടം പോലെ ഉണ്ട് കൃഷ്ണന്റെ പ്രിന്റ് വരുന്നത്. ഇത് ഇങ്ങനെ കോപ്പറും ബ്ലാക്കും കൂടിയിട്ട്. ഇത് കാണിച്ചത് ഇപ്പൊ മൊത്തം കോട്ടണില് വരുന്ന ഒരു കളക്ഷനില്. ഇനി നമുക്ക് ഓണത്തിന് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം പ്ലെയിനില്, വേറെ ഒന്നും കസവ് പ്രിന്റ്, കസവ് മാത്രം, പ്രിന്റ് ഇതൊന്നുമില്ല, എംബ്രോയിഡറി ഇല്ല, ഒന്നുമില്ല. അതിന്റെ കസവുകളുടെ ക്വാളിറ്റിക്ക് മാറ്റം ഉണ്ടാവും. ക്വാളിറ്റി മീൻസ് അതിന്റെ വർക്കിന് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ കുറച്ച് ഡാർക്ക്, ഇത് സട്ടൽ ആയിട്ടുള്ളത്. ഇതാണെന്ന് വെച്ചാൽ എംബ്രോയിഡറി ജെറി വർക്ക്. ഇത് സിൽവർ ആൻഡ് ബ്ലാക്ക്. ഇത് സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഇത് എല്ലാ ബ്ലൗസുകളും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. എല്ലാത്തിലും ബ്ലൗസുകൾ വിത്ത് ബ്ലൗസ് വരുന്നത് കൊണ്ട്, അതല്ലാതെ നമുക്ക് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് പ്രിന്റിനേക്കാളും കൂടുതൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം, എനിക്ക് പ്ലെയിൻ മാത്രം ഇഷ്ടമാണ്. അതാകുമ്പോൾ എല്ലാം ബ്ലൗസ് ഇടാമല്ലോ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ എന്താ ഇരിക്കുന്നത്? ഈ ഒരു സെക്ഷൻ എന്താ? ഈ ഒരു സെക്ഷൻ ഇത് ഫുള്ള് സെറ്റും കൊണ്ടാണ്. അതായത് നമുക്കിപ്പോ തിരുവാതിര അങ്ങനെയുള്ള പരിപാടികള്, പിന്നെ കുറച്ച് വണ്ണമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ സെറ്റ് ആയിട്ട് അപ്പൊ നല്ല വിത്തിൽ കിട്ടും. അപ്പൊ ഇത് ഡബിൾ സെറ്റ് മുണ്ടാണ്, മറ്റത് സിംഗിൾ സെറ്റ് മുണ്ടാണ് ആ സൈഡിലിരിക്കുന്നത്. അപ്പൊ ഇത് ഡബിൾ ആണ് കേട്ടോ. രണ്ട് ചുട്ടെന്ന് വെച്ചാൽ നമുക്ക് നെയിലടിക്ക് ഇല്ലാണ്ടിരിക്കാനായിട്ട് അങ്ങനത്തേനൊക്കെ കൂടുതൽ അമ്മമ്മമാര് യൂസ് ചെയ്യുന്നതും. അതുപോലെ ഇതില് പാച്ച് വർക്കിലും വിത്ത് ബ്ലൗസോട് കൂടിയിട്ടും വരുന്നുണ്ട് കേട്ടോ. വേറെ കളർ ഷർട്ട് ഇതാ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. ഇതിലും സെയിം സെറ്റ് സാരിയിലും ഉള്ളത് പോലെ തന്നെ നമുക്ക് സെയിം വരുന്നുണ്ട്. സെറ്റ് മുണ്ടിലും അവൈലബിൾ ആണ് കളേഴ്സ്. അപ്പൊ സെറ്റ് ഡബിൾ പറയൂ. സെറ്റ് ഡബിൾ സെറ്റ് ആണിത്. ഇതില് നമുക്ക് കര വരുന്നതുണ്ട്, പ്രിന്റ് വരുന്നതുണ്ട്, ബോർഡർ വിത്ത് സെപ്പറേറ്റ് കലങ്കാരി പ്രിന്റ് ബ്ലൗസ് പീസ് വരുന്നതുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി കണ്ടാ തീരില്ല, കാരണം ഒരു ഫ്ലോർ മൊത്തം ഓണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നതാണ് ഡബിൾ മുണ്ടുകൾ. ഇനി ഇതിൽ തന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്നത് ഏതാ? ഇതല്ല റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്നത്? അതെ, ഇത് റെഡിമെയ്ഡ് ബ്ലൗസ്. ഇത് എക്സലിലും ഡബിൾ എക്സലിലും വരുന്നുണ്ട്. അപ്പോൾ ഒരു 28 മുതൽ 40 വരെയൊക്കെ സൈസിൽ അവൈലബിൾ ആണത്. ഇത് ബ്ലൗസ് ഇതാകുമ്പോൾ ഫ്രീ സൈസിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയൽസ്. ടിഷ്യൂന്റെ ഉണ്ട്, ബോഡി ഫുള്ള് വർക്ക് വരുന്നുണ്ട്, ബാക്കിൽ കുഞ്ചലൊക്കെ വന്നിട്ട് അങ്ങനത്തെയാണ്. ഇത് അതിൽ പെട്ടതല്ല. ഇത് ഒരെണ്ണം മുള വേഗം വൃത്തിയാ. അപ്പോഴേക്ക് ഈ സൈഡ് എന്താ നോക്കിയേ, ഇതെന്താ? ഇത് നമുക്ക് സിംഗിൾ സെറ്റില് സെറ്റ് മുണ്ടാണ്. നേരത്തെ കാണിച്ചത് ഡബിൾ ആണ്, അതിന്റെ സെയിം സിംഗിൾ സെറ്റ്. ഓക്കെ, സെറ്റ് മുണ്ടില്. അതെ, ഒരെണ്ണം കാണിച്ചാൽ മതി. കാരണം ഇത് സെറ്റ് മുണ്ട് കാണിച്ചാലും നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇതിന് കരയാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് കര മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോ എല്ലാ തരം കരകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്ന മൊത്തം കര, അവിടെയും ഇതിന് ഈ കര ഒന്ന് കാണിച്ചോ. ഫുള്ള് സിംഗിൾ സെറ്റ് ആണ് ഇത്. ഫുള്ള് സെറ്റ് മുണ്ടിന്റെ ഇതിലൊക്കെ കര പ്രിന്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് ഇവിടെ റെഡി. ഇതിപ്പോ സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് സ്ലീവ് സെപ്പറേറ്റ് വരുന്നുണ്ട്. സ്ലീവ് വെക്കണേൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് ലൈക്രയില്, ഇത് ലൈക്ര പോലത്തെ മെറ്റീരിയല്. ഇതില് പഫ് സ്ലീവ് ഉണ്ട്, നോർമൽ സ്ലീവ് ഉണ്ട്. നമുക്ക് 30 മുതൽ 40 വരെയൊക്കെ സൈസിൽ കിട്ടും. എക്സൽ 4 വേ ടൈപ്പ് ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യണം. ഇത് കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതലാണ് ഇപ്പൊ. ഇതിനേക്കാളും ഭയങ്കര മൂവിങ് ആണ്, കാരണം ഭയങ്കര വിലക്കുറവാണ്. വിലക്കുറവും കൂടിയാണ്. എന്നാ നോർമലായിട്ട് ഇതെന്താ? നമ്മളിവിടെ ഈ ഒരു ധാവണി മിസ്സായി പോയിട്ടോ. ഈ കാര്യമായിട്ട് ഒരുങ്ങി നിൽക്കണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ധാവണിയിൽ ഇങ്ങനെ ഒരു സെറ്റ് വരുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ബ്ലൗസ് അല്ലേ? അതെ, കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ്. ഇത് അൺസ്റ്റിച്ചഡ് ആണ്, അതേസമയം സ്കേർട്ട് സ്റ്റിച്ചഡ് ആണ്. നമ്മുടെ അരയുടെ വണ്ണം അനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ കളേഴ്സും അവൈലബിൾ ആണ്. ഇനി ഇത് കുട്ടികളുടെ കളക്ഷൻ ആട്ടോ. ഇത് പ്രിന്റ് ആണ് അല്ലേ? ഫുൾ ബോഡി ബൂട്ടാ വർക്ക് വന്നിട്ട് ഇതുപോലെ. ഇതില്
വലിയവരുടെ സൈസ് മുതൽ ചെറിയ കുട്ടികളുടെ സൈസ് വരെ അവൈലബിൾ ആണ്. ഇത് അതിന്റെ ദുപ്പട്ട, ഇത് അതിന്റെ ദുപ്പട്ട. ദുപ്പട്ട എല്ലാത്തിലും അതിന്റെ ഷോള് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതും കൂടി കാണിച്ചോ. അത് നേരത്തെ കാണിച്ചത് വൈറ്റിലാണ്, ഇത് ഒരു കളറിൽ വരുന്നത്. അതില് ടോപ്പ് റെഡ് കളറില് നല്ല ഭംഗിയുള്ളത് വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്, ലൈറ്റ് വൈൻ വന്നിട്ടുണ്ട്. കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലെ റോൾ ആയിട്ട് വരുന്ന ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തോ. ഈ ഫുള്ള് ഇങ്ങനെ കളക്ഷൻസ് ഇങ്ങനെ ഇത് മുകളിൽ നിന്ന് ഇത് മാറ്റി എന്നാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാം. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളർ. അത് കോട്ടണിൽ വരുന്നുണ്ട്, ടിഷ്യൂലും വരുന്നുണ്ട് കേട്ടോ. അത് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫുള്ള് റോൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ, ഈ ഫുള്ള് റോള്. ഓക്കെ. ഇനി ഈ ഒരു സെക്ഷൻ ഇത് നമ്മുടെ ധാവണീൻ്റെത്. ഇതിൽ ഇത് അൺസ്റ്റിച്ചഡ് ആണ്. നമുക്ക് സൈഡ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് അടിവശമാണല്ലേ. ഇതാ ഇതിങ്ങനെ, ഇത് വലിയൊരു കളർ അല്ലേ? അതെ, വലിയ. ഇതൊരു നോർമൽ സൈസില്ല, അതായത് ഫ്രീ സൈസ് ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓൾട്ടർ ചെയ്ത ബോക്സ് പാക്കിംഗ് ആട്ടോ ഇത് വരുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും. പിന്നെ അൺസ്റ്റിച്ചഡ് ബ്ലൗസ്, അൺസ്റ്റിച്ച് ആണ് ബ്ലൗസ് പീസ്. ഓക്കെ. പിന്നെ ഇത് ഈ ഒരു മോഡലും വരുന്നുണ്ട് സ്കേർട്ടില്. ബ്ലൗസ് ഇത് ബ്ലൗസ് ശരിക്കുള്ള ലുക്ക് ഇതായിരിക്കും. അപ്പൊ വെറൈറ്റീസ് കുറെ ഉണ്ട്. നമ്മളിവിടെ എന്തായാലും നിർത്താണ്, കാരണം കുറെ കാണിക്കാനുണ്ട്. പക്ഷെ ഇത് ചെറിയ കുട്ടികളുടെ തന്നെയല്ലേ? ചെറിയ കുട്ടികളുടെ ഒരെണ്ണം അതും കൂടി ഒന്ന് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇങ്ങനെ വിത്ത് ദുപ്പട്ട. ഇതന്നെയല്ലേ നേരത്തെ ഡമ്മില്? ഈ ഡമ്മി ഒന്ന് ഇങ്ങോട്ട് തിരിച്ചോ. ഇതന്നെ സെയിം ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതുപോലെ ഫുൾ ബോക്സ് പാക്കിംഗിലാണ് വരുന്നത്. അതുപോലെ ആൺകുട്ടികളുടെ വെൽക്രോ, ആൺകുട്ടികളുടെ അതും ഉണ്ടെന്ന്. ഇതാ ചെറിയ കുട്ടികളുടെ 16 സൈസ് മുതൽ നമുക്ക് 22 വയസ്സ് വരെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് താഴത്തേക്ക് പോയാലോ? ഇതെന്താ? സാരീസ്. ഇങ്ങനെ ഫോൾഡ്, മെഷീൻ ഫോൾഡിലും സാരീസ് വരുന്നുണ്ടല്ലോ. ഡിജിറ്റൽ പ്രിന്റില് പല വെറൈറ്റി പ്രിന്റ് ആവാനായിരുന്നു. ഈ ഡിജിറ്റൽ പ്രിന്റ് ഇപ്പൊ ഇത്തിരി ട്രെൻഡ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രിന്റ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പൊ ആ ഒരു വലിയ പ്രിന്റിലും അവൈലബിൾ ആണ്. ബ്ലൗസ് ആയിട്ട് താഴത്ത് വരുന്നത്, താഴത്ത് കാണുന്നത് ആ ബ്ലൗസ് പീസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഇതാ കുറെ ഇതൊക്കെ ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഒക്കെ വലിയ പ്രിന്റുകളാണ് വരുന്നത്. ഒക്കെ ബോർഡർലെസ്സില്. ഇത് ഉടുത്താ അതിന്റെ ഒരു ഇത് കഴിഞ്ഞ ഓണം കഴിഞ്ഞ ഇത് പാവാടായിട്ട് തയ്ച്ചിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം, തയ്ച്ചിടാം. അപ്പൊ ഇതൊക്കെയാണ്. ഇനി താഴത്തെ ഫ്ലോറിൽ പോയാൽ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. പോവാം നമുക്ക്. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കണത്. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നടന്ന് ക്ഷീണായി. ആക്ച്വലി നമ്മളെ പരിചയപ്പെട്ടില്ലല്ലോ. ആരാ? എന്താ? സജിത് കുമാർ. ഞാൻ കോഴിക്കോടാണ് സ്വദേശം. കോഴിക്കോട് ഷോപ്പിലെ മാനേജറാണ് അവിടുത്തെ. അപ്പൊ ഇവിടെ എറണാകുളത്തിന്റെ കാര്യം? എറണാകുളത്ത് നമ്മളിപ്പോ ഇവിടെ മേൽനോട്ടിപ്പോ ഇന്നത്തെ ഒരു 4 ദിവസത്തേക്ക് ഞാനാണ്. അങ്ങനെ മാറി വരിക. ശരിക്കും ഇവിടെ ആരാ ശരിക്കും മേൽനോട്ടം ചെയ്യണം? ഇവിടെ മെയിൻ ആയിട്ട് ബിനു ആണ് മേൽനോട്ടം ചെയ്യുന്നത്, മാനേജിങ് ഒക്കെ ബിനു തന്നെയാണ്. നമ്മുടെ SV ഗ്രൂപ്പ്. ഈ SV ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് കച്ചവടക്കാരുടെ ഇടയിലൊന്നും പുതുമയല്ല. അതെ, എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മള് എന്താ പറയാ, നമ്മള് ഓൾ കേരള ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പറയുകയാണെങ്കിൽ തമിഴ്നാടായാലും കർണാടക ആയാലും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. അങ്ങനെ അപ്പൊ ഒരു 4 ദിവസത്തേക്ക് എന്തായാലും നമ്മൾ വന്ന സമയത്ത് കിട്ടി. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇനിയിപ്പോ നമുക്ക് ഡിസ്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് പോകുമ്പോഴും ഈ ഒരു മുഖം പേര് സജിത്ത് ഓർത്ത് വെച്ചാൽ മതി. ഇനി എറണാകുളത്തേക്കാണ് വരുന്നത് വെച്ചാൽ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടുത്തെ മെയിൻ സ്റ്റാഫ്മാര് നമുക്ക് വേണ്ടി ഇത്ര നേരം സപ്പോർട്ട് ചെയ്താൽ നിന്ന ടീമുകളാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ SV ഗ്രൂപ്പ് ഒന്നും അല്ല, ശരിക്കും സ്റ്റാഫ്മാര് ഇനിയുണ്ട് ഇവിടെ. ഇതിലാരെ? ബിനു എന്നല്ലേ പറഞ്ഞ സാറ്? പിന്നെ ആര്? ഇത്. അപ്പൊ ആദ്യം കുറെ പിടിക്കാം. ഇവിടുത്തെ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങൾ. ഇതെന്താ പാട്ട് പാടാൻ പോയത്? ഇല്ല, ഞാൻ നമുക്ക് ലൊക്കേഷൻ വന്നത് ഗവൺമെന്റ് റോഡിലാണ്. ഏത് ഗവൺമെന്റ് റോഡ്? ഗവൺമെന്റ് റോഡല്ലേ? എറണാകുളം പറയണ്ടേ? എറണാകുളം ഗവൺമെന്റ് റോഡ്. ഇത് സിനിമയിലൊന്നും എടുക്കണില്ല കേട്ടോ. പോക്കറ്റിലൊക്കെ കൈയെടുത്ത് ഫ്രീ ആയിട്ട് നിൽക്ക്. പറയൂ. മാർക്കറ്റ് ഗവൺമെന്റ് റോഡില് ഷോപ്പ്, നമ്മുടെ ഷോറൂം തന്നെ. ബിനു എന്നാണ് പേര്. ഇവിടെ എറണാകുളത്ത് എത്ര നാളായി?
എറണാകുളത്ത് ഇപ്പൊ ഒരു 10 ഇയർ എടുത്തായി. 10 ഇയർ. ഞാനിപ്പോ 3-4 കൊല്ലമായിട്ട് ഈ എറണാകുളം മാർക്കറ്റിൽ കളിച്ചു തുടങ്ങിയത്. ഞാൻ ലൊക്കേഷൻ പറയാതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളം കോൺവെന്റ് ജംഗ്ഷൻ ആണ്. കാരണം ഇത് കോൺവെന്റ് റോഡാണ്. അതുപോലെ തന്നെ MG റോഡ് വഴിക്ക് വരാണെങ്കിൽ അവിടെ നിന്നായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനി മേനക വഴിക്ക്, മേനക ബസ് സ്റ്റോപ്പ് ത്രൂ ആണെങ്കിൽ അവിടുന്ന് നടന്നു വരാണെങ്കിൽ അതും എളുപ്പമാണ്. ഇപ്പൊ എങ്ങനെയായാലും നിങ്ങൾക്ക് സൗകര്യം. ഇനിയിപ്പോ ട്രെയിൻ കയറാണെങ്കിൽ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം? നമുക്ക് സൗത്തിൽ ഇറങ്ങാം, നോർത്തിൽ ഇറങ്ങാം. രണ്ടിലും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കാം. 60 രൂപ കൊടുത്താൽ മതി. അതിന് 10 രൂപ കൊടുത്ത് ചോദിച്ചാൽ ഇവര് തരും. അപ്പൊ ഓട്ടോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ, അല്ലെങ്കിൽ മാർക്കറ്റ് റോഡ് കോൺവെന്റ് ജംഗ്ഷൻ എന്തെങ്കിലും ഓട്ടോക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ഇറക്കി വിട്ട് തരും കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തപ്പാൻ ബുദ്ധിമുട്ടില്ല. SV ഗ്രൂപ്പ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? ഇതാണ് ഇനി ഈ ഫുൾ ടീം. താങ്ക് യു. ഈ ഫുൾ ടീം ഇന്നത്തെ ലേഡീസ് സ്റ്റാഫും ഗേൾസ് ആയിട്ട്. ആ കുട്ടീനെ കാര്യമായിട്ടൊന്ന് എടുക്കണം. കുറച്ച് നാളം കൂടുതലാണ്. വാ. അയ്യോ. എന്റെ പേര് ആതിര. എന്നെ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ? ഫോളോവറാണ്. ഭയങ്കര നാണക്കാരി. അതാണ് പ്രത്യേകം എടുത്ത് കാണിച്ചത്. എന്നാലും ഓരോരുത്തർ പരിചയപ്പെടുത്താൻ. വാ, പേര് പറഞ്ഞു. മെറ്റിൽഡ. എന്താ? മെറ്റിൽഡ. തന്മി. തന്മി. ഏത് ഫ്ലോറിലാടാ? ലാസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ. കീർത്തി. ഓക്കെ. പിന്നെ നിന്നെ പിന്നെ പരിചയപ്പെടണ്ട. പറയും ലിഷ. പിന്നെ ആണുങ്ങൾ വേഗം വാ. പാക്കിംഗ് സെക്ഷനില് ജാക്സൺ. വാ എല്ലാരും ഒന്ന് കാണട്ടെ. ഒന്നും ഫേസ് ഒന്നും കാണില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചു. രാജു. ബിനു. അഖിൽ. നമ്മള് വേണ്ട. ജോസ്. ഇനിയുണ്ട് ആൾക്കാരൊക്കെ. അതാ. പിന്നെ ഇവിടെ ബില്ലിംഗ് സെക്ഷനില് അഖിൽ, ജോമോൻ, പീറ്റർ. ഓക്കെ. അപ്പൊ എല്ലാരോടും ഒരു ബൈ. അപ്പൊ താങ്ക് യു. ഇത്ര നേരം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ബൈ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ.